യൂണിറ്റ് 3 ഇലക്ട്രോ കെമിസ്ട്രി. ഈ യൂണിറ്റിൽ നമ്മൾ പഠിക്കുന്നത് ഇലക്ട്രോ കെമിക്കൽ പ്രോസസ്സിനെ കുറിച്ചാണ്. എന്താ? ഇലക്ട്രോ കെമിക്കൽ പ്രോസസ്സ്. എന്താണ് ഇലക്ട്രോ കെമിക്കൽ പ്രോസസ്സ്? ഫസ്റ്റ് ഇയറിൽ റെഡോക്സ് റിയാക്ഷൻ എന്ന ചാപ്റ്റർ നമ്മൾ പഠിച്ചു. അതിൻ്റെ തുടർച്ചയായിട്ടുള്ള ചാപ്റ്ററാണ് ഇലക്ട്രോ കെമിസ്ട്രി. അതിൽ നമ്മൾ ഇലക്ട്രോ കെമിക്കൽ പ്രോസസ്സിനെ കുറിച്ച് പഠിച്ചു. എന്താണ് ഇലക്ട്രോ കെമിക്കൽ സെൽ എന്ന് നമ്മൾ കണ്ടു. ഇലക്ട്രോ കെമിക്കൽ സെൽ അഥവാ ഗാൽവനിക് സെല്ലിൻ്റെ ഒരു ടിപ്പിക്കൽ എക്സാമ്പിളായി ഡാനിയൽ സെല്ലിനെ കുറിച്ച് പഠിച്ചു. സെൽ റിയാക്ഷനെ കുറിച്ച് നമ്മൾ പഠിച്ചിരുന്നു. ഇതൊക്കെ നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. ഇതെല്ലാവർക്കും പരിചിതമായ ഒരു സെല്ലാണ്. എന്താണ് ഈ സെല്ലിനെ വിളിക്കുന്നത്? ഡ്രൈ സെൽ അല്ലേ? റേഡിയോയിൽ, ടോർച്ച് ലൈറ്റിൽ, ടി വിയുടെ റിമോട്ടിൽ ഒക്കെ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് അല്ലേ? അപ്പോൾ ഈ സെല്ലിൽ എന്താണ് സംഭവിക്കുക? ഈ സെല്ലിലെല്ലാം കെമിക്കൽസ് ഉണ്ടെന്നറിയാമല്ലോ. അപ്പോൾ ഈ കെമിക്കൽസ് സ്വയം ഒരു കെമിക്കൽ റിയാക്ഷന് വിധേയമാകും. ദാറ്റ് മീൻസ് സ്വയം നടക്കുന്ന ഒരു കെമിക്കൽ റിയാക്ഷൻ, ഓർ വി ക്യാൻ സേ സ്പോണ്ടേനിയസ് റിയാക്ഷൻ. ഇത് നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ചതാണ്. ഇവിടെ നടക്കുന്ന സ്പോണ്ടേനിയസ് കെമിക്കൽ ചേഞ്ച് എന്നുള്ളത് ഒരു റിഡക്ഷൻ ഓക്സിഡേഷൻ റിയാക്ഷനാണ്, അഥവാ റിഡോക്സ് റിയാക്ഷനാണ്. ഈ റിഡോക്സ് റിയാക്ഷൻ്റെ ഫലമായി ഉണ്ടാകുന്ന കെമിക്കൽ എനർജി ഇത്തരം സെല്ലിൽ നേരിട്ട് എന്തായി മാറുന്നു? ഇലക്ട്രിക്കൽ എനർജിയായി മാറുന്നു. ആ എനർജിയെ പല രൂപത്തിൽ നമുക്ക് മാറ്റി ഉപയോഗിക്കാവുന്നതുമാണ്. അപ്പോൾ ഇതൊരു ടിപ്പിക്കൽ ഇലക്ട്രോ കെമിക്കൽ പ്രോസസ്സിന് എക്സാമ്പിൾ. ദാറ്റ് മീൻസ് കൺവേർഷൻ ഓഫ് കെമിക്കൽ എനർജി ഓഫ് എ സ്പോണ്ടേനിയസ് റിഡോക്സ് റിയാക്ഷൻ ഡയറക്ട്ലി ഇൻ ടു ഇലക്ട്രിക്കൽ എനർജി. അത്തരം സെല്ലുകളെ നമ്മൾ വിളിക്കുന്നവരാണ് ഇലക്ട്രോ കെമിക്കൽ സെൽ. ദാറ്റ് മീൻസ് ദ സെൽ ഇൻ വിച്ച് the chemical energy of a spontaneous redox reaction is directly converted to electrical energy. ഈ സെല്ല് നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലേ? ഇതിനെ നമ്മൾ മെർക്കുറി സെൽ അഥവാ ബട്ടൺ സെൽ എന്നാണ് വിളിക്കുക. ഇത് നമ്മൾ ക്ലോക്കിൽ ഉപയോഗിക്കുന്നു, വാച്ചിൽ ഉപയോഗിക്കുന്നുണ്ട്, റിമോട്ടിൽ ഉപയോഗിക്കുന്നുണ്ട് അല്ലേ? അപ്പോൾ ഇതിനകത്തും എന്തുണ്ട്? കെമിക്കൽസ് ഉണ്ട്. ഈ കെമിക്കൽ സ്വയം ഒരു കെമിക്കൽ ചേഞ്ചിന് വിധേയമാകുന്നു. അതിൻ്റെ ഫലമായി ഉണ്ടാകുന്ന കെമിക്കൽ എനർജി എന്തായി മാറുന്നു? ഇലക്ട്രിക്കൽ എനർജിയായി മാറുന്നു. അപ്പം ഇതും ഒരു ഇലക്ട്രോ കെമിക്കൽ സെല്ലാണ്. കാരണം ഇവിടെയും സ്വയം നടക്കുന്ന ഒരു റിഡോക്സ് റിയാക്ഷൻ്റെ ഫലമായി ഉണ്ടാകുന്ന കെമിക്കൽ എനർജി നേരിട്ട് എന്തായി മാറുന്നു? ഇലക്ട്രിക്കൽ എനർജിയായി മാറുന്നു. ഇനി ഈ സെൽ എല്ലാവരും കണ്ടിട്ടുണ്ടാവും. നമ്മുടെ സ്കൂട്ടറിലും കാറിലും ബൈക്കിലും ഒക്കെ ഉപയോഗിക്കുന്ന സെല്ലാണ് ലെഡ് ആസിഡ് സെൽ. ഇൻവെർട്ടറിൽ നമ്മൾ ഉപയോഗിക്കുന്നുണ്ടത് അല്ലേ? അപ്പോൾ ഇതും ഒരു ടിപ്പിക്കൽ ഇലക്ട്രോ കെമിക്കൽ സെല്ലാണ്. കാരണം ഇതിനകത്തും എന്തുണ്ട്? കെമിക്കൽസ് ഉണ്ട്. ലെഡിൻ്റെ സംയുക്തങ്ങളും സൾഫ്യൂറിക് ആസിഡുമാണ് ഇതിനകത്തുള്ളത്. ഇതിൽ ഒരു സ്പോണ്ടേനിയസ് റിഡോക്സ് റിയാക്ഷൻ നടക്കുന്നു. അതിൻ്റെ ഫലമായി ഉണ്ടാകുന്ന കെമിക്കൽ എനർജി നേരിട്ട് എന്തായി മാറുന്നു? ഇലക്ട്രിക്കൽ എനർജിയായി മാറും. Therefore, this lead acid cell or lead storage cell is also a typical example for electrochemical cell. നിങ്ങൾ ചിലർ ഈ സെല്ല് കണ്ടിട്ടുണ്ടാവും, നിക്കൽ കാഡ്മിയം സെൽ. പല ഇലക്ട്രോണിക് ഡിവൈസിലും നമ്മളിത് ഉപയോഗിക്കുന്നുണ്ട്. ഈ സെല്ലിനകത്തും കെമിക്കൽസ് ഉണ്ട്. ഇവിടെ ഉണ്ടാകുന്ന ഒരു സ്പോണ്ടേനിയസ് റിഡോക്സ് റിയാക്ഷൻ്റെ ഫലമായി ഉണ്ടാകുന്ന കെമിക്കൽ എനർജി എന്തായി മാറുന്നു? ഇലക്ട്രിക്കൽ എനർജിയായി മാറും. Therefore, nickel cadmium cell is also a typical example for electrochemical cell. അപ്പോൾ ഇത്തരം സെല്ലിലെല്ലാം ഒരു സ്പോണ്ടേനിയസ് റിഡോക്സ് റിയാക്ഷൻ്റെ ഫലമായി ഉണ്ടാകുന്ന കെമിക്കൽ എനർജി നേരിട്ട് ഇലക്ട്രിക്കൽ എനർജിയായി മാറുന്നു. ആൻഡ് ദിസ് ഈസ് വൺ ഓഫ് ദി ചേഞ്ച് അണ്ടർ ഇലക്ട്രോ കെമിക്കൽ പ്രോസസ്സ്. അപ്പോൾ ഇലക്ട്രോ കെമിക്കൽ പ്രോസസ്സിൽ ഒരു ചേഞ്ച് ഇതാണ്. കെമിക്കൽ എനർജി എന്തായി മാറുന്നു? ഇലക്ട്രിക്കൽ എനർജിയായി മാറുന്നു. ഇനി നോക്കിയേ, ഈ ഒരു സ്റ്റീൽ സ്പൂണിൽ നമുക്ക് സിൽവർ പ്ലേറ്റ് ചെയ്യണം എന്നിരിക്കട്ടെ. നേരിട്ട്
ഈ സ്റ്റീൽ സ്പൂണിൻ്റെ അടുത്ത് കൊണ്ടുവച്ച് കഴിഞ്ഞാൽ സിൽവർ ഒരിക്കലും ഈ സ്റ്റീൽ സ്പൂണിൽ എന്ത് ചെയ്യപ്പെടില്ല, കോട്ട് ചെയ്യപ്പെടില്ല. അപ്പോൾ പിന്നെ ഇത് സ്വയം നടക്കുന്ന ഒരു പ്രവർത്തനമല്ല, ഒരു നോൺ സ്പോണ്ടേനിയസ് ചേഞ്ചാണ്. അപ്പോൾ ഈ നോൺ സ്പോണ്ടേനിയസ് ചേഞ്ചിനെ നമ്മൾ കൊണ്ടുവരാൻ വേണ്ടി ഇവിടെ എന്തുപയോഗിക്കുന്നു? ഇലക്ട്രിക്കൽ എനർജി ഉപയോഗിക്കുന്നു. എന്തുപയോഗിക്കുന്നു? ഇലക്ട്രിക്കൽ എനർജി ഉപയോഗിക്കുന്നു. ആ ഇലക്ട്രിക്കൽ എനർജി ഉപയോഗിച്ച് നമ്മൾ ഈ പ്യുവർ സിൽവറിൽ നിന്ന് സിൽവറിനെ ഈ സ്പൂണിൽ ഡെപ്പോസിറ്റ് ചെയ്തു. അതിനുവേണ്ടി ശുദ്ധമായ ഒരു സിൽവറിനെ നമ്മളൊരു റോഡായിട്ട് ഇവിടെ എടുത്തിരിക്കുന്നു. ഈ സ്പൂണിലേക്കാണ് നമുക്ക് കോട്ട് ചെയ്യേണ്ടത്. ആ സ്പൂണിനെയും നമ്മളിവിടെ എടുത്തിരിക്കുന്നു. എന്നിട്ട് ബാറ്ററിയുടെ പോസിറ്റീവ് ടെർമിനലുമായിട്ട് സിൽവറിനെ കണക്ട് ചെയ്യുന്നു. അപ്പോൾ സിൽവർ ആനോഡായിട്ട് ആക്ട് ചെയ്യുന്നു. നെഗറ്റീവ് ടെർമിനൽ സ്പൂണിനെ നമ്മൾ ബന്ധിപ്പിക്കുന്നു. അപ്പോൾ അത് നെഗറ്റീവ് ഇലക്ട്രോഡ് അഥവാ കാഥോഡായിട്ടും ആക്ട് ചെയ്യും. അപ്പോൾ കറണ്ട് കടത്തിവിടുമ്പോൾ നമ്മുടെ ആനോഡിൽ ഓക്സിഡേഷൻ നടക്കുകയും സിൽവർ ഈ സൊല്യൂഷനിൽ ഡിസോൾവ് ചെയ്യുകയും ചെയ്യും. Ag+ ആയിട്ട് ഇലക്ട്രോണെ ലൂസ് ചെയ്ത് ഓക്സിഡൈസ് ചെയ്ത് സൊല്യൂഷനിലെത്തുകയും ഈ സൊല്യൂഷനിൽ എന്തുണ്ട്? സിൽവറിൻ്റെ അയോണുള്ള സൊല്യൂഷനുണ്ട്, ഏതാ? AgNO3. അതിലേക്ക് സിൽവർ അയോൺ ഇറങ്ങിച്ചെല്ലുകയും ആ സിൽവർ അയോൺ നമ്മുടെ സ്പൂണിൽ ഡെപ്പോസിറ്റ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ സ്വയം നടക്കാത്ത ഒരു കെമിക്കൽ ചേഞ്ചിനെ ഇലക്ട്രിക്കൽ എനർജി ഉപയോഗിച്ച് നമ്മൾ കൊണ്ടുവരുന്നു. അപ്പോൾ അതിൻ്റെ ഫലമായി ഇലക്ട്രിക്കൽ എനർജി എന്തായി മാറുന്നു? കെമിക്കൽ എനർജി ആയിട്ട് മാറുന്നു, അല്ലേ? അപ്പോൾ ഇത്തരം പ്രോസസ്സ് നടക്കുന്ന സെല്ലാണ് ഇലക്ട്രോലിറ്റിക് സെൽ. എന്താ വിളിക്കുക? ഇലക്ട്രോലിറ്റിക് സെൽ. അപ്പോൾ ഇലക്ട്രോലിറ്റിക് സെല്ല് ഇലക്ട്രിക്കൽ എനർജി ഉപയോഗിച്ചിട്ട് അതിൻ്റെ ഫലമായി നടക്കാത്ത ഒരു കെമിക്കൽ ചേഞ്ചിനെ നമ്മൾ കൊണ്ടുവരുന്നു. അപ്പം ഇതും ഇലക്ട്രോ കെമിക്കൽ പ്രോസസ്സിൽ ഉൾപ്പെടുന്നു. അപ്പോൾ ഇലക്ട്രോ കെമിക്കൽ പ്രോസസ്സിൽ 2 കൺവേർഷനാണ്. ഒന്ന്, ഇലക്ട്രിക്കൽ എനർജി ഉപയോഗിച്ച് ഒരു കെമിക്കൽ ചേഞ്ചിനെ കൊണ്ടുവരുന്നു. ആ കെമിക്കൽ ചേഞ്ചിൻ്റെ പ്രത്യേകത എന്താണ്? സ്വയം നടക്കുന്ന ചേഞ്ച് അല്ല. ദാറ്റ് മീൻസ് നോൺ സ്പോണ്ടേനിയസ് കെമിക്കൽ ചേഞ്ചാണ്. അപ്പോൾ ദ യൂസ് ഓഫ് ഇലക്ട്രിക്കൽ എനർജി ടു ബ്രിങ് അബൌട്ട് എ നോൺ സ്പോണ്ടേനിയസ് കെമിക്കൽ ചേഞ്ച്, അതും ഇലക്ട്രോ കെമിക്കൽ പ്രോസസ്സാണ്. എന്നാൽ നമ്മൾ ആദ്യം പറഞ്ഞ തരത്തിലുള്ള സെല്ലിലെ ഡ്രൈ സെൽ, മെർക്കുറി സെൽ, ലെഡ് ആസിഡ് സെൽ, നിക്കൽ കാഡ്മിയം സെൽ, അത്തരം സെല്ലിൽ എന്തായിരുന്നു നടന്നത്? സ്വയം നടക്കുന്ന ഒരു കെമിക്കൽ ചേഞ്ച് ഉണ്ടായിരുന്നു. ഇതിൻ്റെ ഫലമായി ഉണ്ടാകുന്ന കെമിക്കൽ എനർജി നേരിട്ട് ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് മാറും. അപ്പോൾ ഇത് രണ്ടും ഉൾപ്പെടുന്നതാണ് ഇലക്ട്രോ കെമിക്കൽ പ്രോസസ്സ്. അതിൽ ആദ്യത്തെ കേസിൽ നമ്മൾ കണ്ടത് കൺവേർഷൻ ഓഫ് chemical energy of a spontaneous redox reaction directly into electrical energy. അത്തരം പ്രോസസ്സ് നടക്കുന്ന സെല്ലിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇലക്ട്രോ കെമിക്കൽ സെൽ ഓർ ഗാൽവാനിക് സെൽ. എന്നാൽ രണ്ടാമത് നമ്മൾ കണ്ടത് കൺവേർഷൻ ഓഫ് ഇലക്ട്രിക്കൽ എനർജി ഇൻറ്റു കെമിക്കൽ എനർജി. ദാറ്റ് മീൻസ് ദ യൂസ് ഓഫ് ഇലക്ട്രിക്കൽ എനർജി ടു ബ്രിങ് അബൌട്ട് എ നോൺ സ്പോണ്ടേനിയസ് കെമിക്കൽ ചേഞ്ച്. അത്തരം ചേഞ്ചസ് നടക്കുന്ന സെല്ലിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇലക്ട്രോലിറ്റിക് സെൽ. എന്താ വിളിക്കുക? ഇലക്ട്രോലിറ്റിക് സെൽ. അപ്പോൾ ഇലക്ട്രോലിറ്റിക് സെല്ല് ഇലക്ട്രിക്കൽ എനർജി കെമിക്കൽ എനർജി ആകുന്നു. ഇലക്ട്രോ കെമിക്കൽ സെല്ലിൽ കെമിക്കൽ എനർജി ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് മാറും. അതുകൊണ്ട് നമുക്ക് പറയാം എ കെമിക്കൽ റിയാക്ഷൻ ഇൻ വിച്ച് ഇലക്ട്രിസിറ്റി ഈസ് ഐദർ പ്രൊഡ്യൂസ്ഡ് ഓർ കൺസ്യൂംഡ് ഈസ് നോൺ ആസ് ഇലക്ട്രോ കെമിക്കൽ റിയാക്ഷൻ. Electrochemistry is the study of production of electricity from energy released during spontaneous chemical reaction and the use of electrical energy to bring about a non-spontaneous chemical reaction. Therefore, what is electrochemical cell or galvanic cell or voltaic cell? A device used to convert chemical energy produced in a redox reaction into electrical energy. ഇതിൻ്റെ ഒരു ടിപ്പിക്കൽ എക്സാമ്പിൾ ആയിട്ട് ഫസ്റ്റ് ഇയറിൽ നമ്മൾ പഠിച്ചതാണ് ഡാനിയൽ സെൽ. ഇതാണ് ഡാനിയൽ സെൽ. ഡാനിയൽ സെൽ കൺസിസ്റ്റ് ഓഫ് 2 ഹാഫ് സെൽസ്. 2 ഹാഫ് സെല്ലുകളുണ്ട്. എന്താണ് ഹാഫ് സെൽ? ഒരു റിയാക്റ്റീവ് ഇലക്ട്രോഡ് അതിൻ്റെ തന്നെ അയോണുള്ള സൊല്യൂഷനിൽ താഴ്ത്തി വെക്കുന്ന സെറ്റപ്പിനെ നമ്മൾ വിളിച്ച പേരാണെന്ത്? ഹാഫ് സെൽ. അത് നമ്മൾ ഫസ്റ്റ് ഇയറിൽ പഠിച്ചു. അപ്പോൾ ഒരു ഇലക്ട്രോഡ് അതിൻ്റെ തന്നെ അയോണുള്ള സൊല്യൂഷനിൽ താഴ്ത്തി വെച്ചാൽ അതിന് 2 നാച്ചുറൽ ടെൻഡൻസി ഉണ്ടാകാം. ഒന്നുകിൽ ആ ഇലക്ട്രോഡിലുള്ള മെറ്റൽ
സ്വന്തം ഇലക്ട്രോണിനെ റോഡിൽ ഉപേക്ഷിച്ചിട്ട് സൊല്യൂഷനിലേക്ക് ഇറങ്ങിപ്പോവും. ദാറ്റ് മീൻസ് ഇറ്റ് ഹാസ് എ നാച്ചുറൽ ടെൻഡൻസി ടു ഗെറ്റ് oxidized. That means losing of electron. Therefore, there is a potential difference between the electrode and the solution, because the electrode will get a negative polarity with respect to the solution. Alla engil there is a natural tendency for reduction. That means when a metal rod is dipped in a solution containing its own ion, then the metal ion from the solution will enter into the electrode, and from the metal lattice it takes electron and get reduced and get deposited on the electrode. That means there is reduction, gaining of electron. ആ ഇലക്ട്രോണെ ഗെയിൻ ചെയ്ത് മെറ്റൽ ലാറ്റിസ് നിന്നാണ്. അപ്പോൾ മെറ്റൽ ലാറ്റിസിൽ ഇലക്ട്രോണിൻ്റെ എണ്ണം കുറഞ്ഞല്ലോ. സോ ദാറ്റ് ദ മെറ്റൽ റോഡ് വിൽ ഗെറ്റ് എ പോസിറ്റീവ് പൊളാരിറ്റി വിത്ത് റെസ്പെക്ട് ടു ദി സൊല്യൂഷൻ ബിക്കോസ് ഓഫ് റിഡക്ഷൻ. ഡാനിയൽ സെല്ലിൽ നമ്മൾ 2 ഹാഫ് സെൽ ഉപയോഗിക്കും. ഈ 2 ഹാഫ് സെല്ലിലും 2 വ്യത്യസ്ത റിയാക്ടിവിറ്റി ഉള്ള ഇലക്ട്രോഡുകൾ അതിൻ്റെ തന്നെ അയോണുള്ള സൊല്യൂഷനിൽ താഴ്ത്തി വച്ചിരിക്കും. ഉദാഹരണത്തിന് എ റിയാക്റ്റീവ് മെറ്റൽ സേ സിങ്ക് ഈസ് ഡിപ്ഡ് ഇൻ എ സൊല്യൂഷൻ കണ്ടെയ്നിങ് ഇറ്റ്സ് ഓൺ അയോൺ, ദാറ്റ് ഈസ് സിങ്ക് സൾഫേറ്റ്. ആൻഡ് അതർ വൺ, എ ഡിഫറെൻറ്റ് റിയാക്റ്റീവ് ഇലക്ട്രോഡ് സേ കോപ്പർ is dipped in a solution containing its own ion, that is copper sulfate. ഇതിനെ ഒരു മെറ്റാലിക് വയർ വെച്ച് പുറത്തുകൂടി ഇതിനെ കണക്ട് ചെയ്യുന്നു എന്നിരിക്കട്ടെ. കോപ്പറിനെ അപേക്ഷിച്ച് സിങ്കിന് ഇലക്ട്രോണെ ലൂസ് ചെയ്യാനുള്ള പ്രവണത കൂടുതലാണ്. അപ്പോൾ സിങ്ക് പതുക്കെ ഈ സൊല്യൂഷൻ ഡിസോൾവ് ചെയ്യും. ദാറ്റ് മീൻസ് സിങ്ക് വിൽ ഗോ ഇൻ ടു ദ സൊല്യൂഷൻ, സിങ്ക് സോളിഡ് ഈ സൊല്യൂഷനിലേക്ക് ഇറങ്ങിച്ചെല്ലും. എങ്ങനെ? Zn2+ ബൈ ലൂസിങ് 2 ഇലക്ട്രോൺ. 2 ഇലക്ട്രോണെ ലൂസ് ചെയ്ത് സൊല്യൂഷനിലേക്ക് ഇറങ്ങിച്ചെല്ലും. സോ ദാറ്റ് ദ റോഡ് വിൽ ഗെറ്റ് എ നെഗറ്റീവ് പൊളാരിറ്റി ഓർ എ നെഗറ്റീവ് ചാർജ്. സോ ബിക്കോസ് ഓഫ് ദാറ്റ് ദർ ഇസ് എ ഫ്ലോ ഓഫ് ഇലക്ട്രോൺ ഫ്രം ദ സിങ്ക് റോഡ് ടു ദ കോപ്പർ റോഡ്. അപ്പോൾ തുടക്കത്തിൽ നമ്മൾ ഈ ഒരു മെറ്റാലിക് വയറിൽ ഒരു ബൾബ് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ബൾബ് ഒരു നിമിഷം ഒന്ന് ഗ്ലോ ചെയ്യുന്നതായിട്ട് കാണും. എന്നാൽ തുടർച്ചയായി കത്തിക്കൊണ്ടിരിക്കുന്നില്ല എന്നും കാണും. അപ്പോൾ ഒരു ഇലക്ട്രോൺ ഫ്ലോ ഉണ്ടായി, അതിൻ്റെ ഫലമായി ഈ ബൾബ് ഒന്ന് ഗ്ലോ ചെയ്യും, പക്ഷെ തുടർച്ചയായി അത് കത്തിക്കൊണ്ടിരിക്കുന്നില്ല. അപ്പോൾ നമുക്ക് മനസ്സിലായി നമ്മളിവിടെ ചെയ്ത സർക്യൂട്ട് എന്തല്ല, ക്ലോസ്ഡ് അല്ല. കാരണം ഇത് രണ്ടും തമ്മിൽ കണക്ഷൻ ഇല്ല. ഈ 2 റോഡിനെ നമ്മൾ പുറത്തൂടെ കണക്ട് ചെയ്തു എങ്കിൽ പോലും ഈ 2 സൊല്യൂഷനും തമ്മിൽ ഒരു കണക്ഷൻ ഉണ്ടോ? ഇല്ലല്ലോ. എങ്കിൽ മാത്രമേ സർക്യൂട്ട് എന്താവും, കംപ്ലീറ്റ് ആവും. ഇവിടെ വരുന്നതിന് ഇന്ന ചാർജിനെ നമുക്ക് ഇങ്ങോട്ടൂടെ സെൻഡ് ചെയ്യണമല്ലോ, എങ്കിലെല്ലാം സർക്യൂട്ട് ക്ലോസ്ഡ് ആവും. അങ്ങനെ ഒരു ക്ലോസ്ഡ് സർക്യൂട്ടിൽ മാത്രമേ കറണ്ട് ഫ്ലോ ഉണ്ടാവൂ. അതുകൊണ്ട് തന്നെ നമ്മളിത് 2 ഹാഫ് സെല്ലിനെ ഒരു യൂട്യൂബ് സെറ്റപ്പ് വഴി അകത്തൂടെ കണക്ട് ചെയ്യുന്നു. ഈ സെറ്റപ്പിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സാൾട്ട് ബ്രിഡ്ജ്. ഈ സാൾട്ട് ബ്രിഡ്ജിനകത്ത് നമ്മൾ ഉപയോഗിക്കുന്നത് കഴിഞ്ഞ വർഷവും പഠിച്ചാണ് ഇനർട്ട് ഇലക്ട്രോലൈറ്റ് KCl, KNO3 എക്സെട്ര. അപ്പം ഈ സാൾട്ട് ബ്രിഡ്ജ് കണക്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്ന ബൾബ് കണ്ടിന്യൂസ് ആയിട്ട് കത്തിക്കൊണ്ടിരിക്കുന്നതായിട്ട് കാണാം. ദാറ്റ് മീൻസ് ദ സർക്യൂട്ട് ഈസ് നൗ ക്ലോസ്ഡ്. അപ്പോൾ രണ്ടാമത്തെ ഹാഫ് സെല്ലിൽ എന്തായിരിക്കും സംഭവിച്ചത്? ഇലക്ട്രോൺ ഈ സിങ്ക് റോഡിൽ നിന്ന് കോപ്പർ റോഡിലേക്ക് വരുമ്പോൾ കോപ്പർ താഴ്ത്തി വച്ചിരിക്കുന്ന സൊല്യൂഷനിൽ കോപ്പറിൻ്റെ തന്നെ അയോണുകളില്ലേ? ആ കോപ്പർ അയോണുകൾക്ക് ഇലക്ട്രോണുകളെ സ്വീകരിക്കാനുള്ള പ്രവണത സാധാരണ വളരെ കൂടുതലാണ്. കാരണം ഹൈഡ്രജനേക്കാളും റിയാക്ടിവിറ്റി സീരീസിൽ താഴെയാണ് കോപ്പർ. അതുകൊണ്ട് കോപ്പർ 2+ അയോൺ ഈ റോഡിലേക്ക് വരികയും ഇലക്ട്രോണുകളെ സ്വീകരിച്ച് ഈ കോപ്പർ റോഡിൽ ഡെപ്പോസിറ്റ് ചെയ്യുകയും ചെയ്യുന്നതായിട്ട് കാണാം. ദാറ്റ് മീൻസ് വേർ ഇൻ ദി സെക്കൻഡ് ഹാഫ് സെൽ the Cu2+ ion from the solution will move towards the electrode and gain the required number of electron for its reduction. അപ്പോൾ 2 ഇലക്ട്രോണിനെ ഗെയിൻ ചെയ്യുന്നു. ഗെയിനിങ് ഓഫ് ഇലക്ട്രോൺ ഈസ് കോൾഡ് റിഡക്ഷൻ. അങ്ങനെ കോപ്പർ സോളിഡായിട്ട് പറ്റിപ്പിടിക്കും. ശരിയല്ലേ? ആദ്യത്തെ ഹാഫ് സെല്ലിൽ സിങ്ക് 2+ അയോണായിട്ട് സൊല്യൂഷനിലേക്ക് ഇറങ്ങിച്ചെല്ലുമ്പോൾ സിങ്ക് 2+ൻ്റെ കോൺസെൻട്രേഷൻ ഇവിടെ എന്ത് ചെയ്യുന്നു? കൂടുന്നു.
രണ്ടാമത്തെ ഹാഫ് സെല്ലിൽ കോപ്പർ 2+ അയോൺ സൊല്യൂഷനിൽ നിന്ന് റോഡിൽ വന്ന് ഇലക്ട്രോണെ സ്വീകരിച്ച് കോപ്പറായി ഇവിടെ ഡെപ്പോസിറ്റ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്, ശരിയല്ലേ? അപ്പോൾ കോപ്പർ 2+ൻ്റെ കോൺസെൻട്രേഷൻ ഈ സൊല്യൂഷനിൽ കുറയുന്നു. ദാറ്റ് മീൻസ് മെറ്റൽ അയോൺ കോൺസെൻട്രേഷൻ നമ്മുടെ രണ്ടാമത്തെ ഹാഫ് സെല്ലിൽ കുറയുന്നു. ആദ്യത്തെ ഹാഫ് സെല്ലിൽ മെറ്റൽ അയോൺ കോൺസെൻട്രേഷൻ കൂടുന്നു ബിക്കോസ് ഓഫ് ഓക്സിഡേഷൻ ഓഫ് ദ മെറ്റൽ റോഡ്. അപ്പം ഓക്സിഡേഷൻ നടക്കുന്ന ഇലക്ട്രോഡിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ആനോഡ്. അപ്പോൾ ആനോഡ് ഈസ് ദ ഇലക്ട്രോഡ് അറ്റ് വിച്ച് ഓക്സിഡേഷൻ ടേക്സ് പ്ലേസ്. ചാർജുമായിട്ട് ബന്ധമില്ല. ഇപ്പോൾ ഇവിടെ ഇലക്ട്രോണെ ലൂസ് ചെയ്ത് മെറ്റൽ സൊല്യൂഷനിലേക്ക് ഇറങ്ങിപ്പോകുന്നതുകൊണ്ട് ആനോഡിന് നെഗറ്റീവ് പൊളാരിറ്റി ആണെന്നേ ഉള്ളൂ. എന്നാൽ ഒരു ഇലക്ട്രോളിറ്റിക് സെൽ നമ്മൾ പഠിക്കുമ്പോൾ ആനിയോൺ ചെല്ലുന്ന ഇലക്ട്രോഡാണ് ആനോഡ്. അപ്പോൾ ആനിയോൺ നെഗറ്റീവ് ചാർജാണ്. അപ്പോൾ അവിടെ ആനോഡ് എന്ന് പറയുന്നത് പോസിറ്റീവ് ഇലക്ട്രോഡാണ്. പക്ഷേ അവിടെയും എന്താ നടക്കുക? ആനിയോൺ ചെന്ന് ഇലക്ട്രോണെ ലൂസ് ചെയ്ത് അവിടെ ഡിസ്ചാർജ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അവിടെയും നടക്കുന്ന കെമിക്കൽ പ്രോസസ്സ് എന്ന് പറയുന്നത് ഓക്സിഡേഷനാണ്. അതുകൊണ്ട് ആനോഡിനെ നിർവചിക്കപ്പെട്ടിട്ടുള്ളത് ആ കെമിക്കൽ പ്രോസസ്സിൻ്റെ ബേസിലാണ്. ദാറ്റ് മീൻസ് എവിടെയാണോ ഓക്സിഡേഷൻ നടക്കുന്നത് ആ ഇലക്ട്രോഡിനെ വിളിക്കുന്ന പേരാണ് ആനോഡ്. അതുപോലെ എവിടെയാണോ റിഡക്ഷൻ ഗെയിനിങ് ഓഫ് ഇലക്ട്രോൺ നടക്കുന്നത് ആ ഇലക്ട്രോഡിനെ വിളിക്കുന്ന പേരാണ് കാഥോഡ്. സോ കാഥോഡ് ഈസ് ദി ഇലക്ട്രോഡ് അറ്റ് വിച്ച് റിഡക്ഷൻ ടേക്സ് പ്ലേസ് ആൻഡ് ആനോഡ് ഈസ് ദി ഇലക്ട്രോഡ് അറ്റ് വിച്ച് ഓക്സിഡേഷൻ ടേക്സ് പ്ലേസ്. അപ്പോൾ ഇവിടെ ഈ സാൾട്ട് ബ്രിഡ്ജിൽ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന ഇലക്ട്രോലൈറ്റ് കഴിഞ്ഞ ദിവസം നമ്മൾ പഠിച്ചു ഇനേർട്ട് ഇലക്ട്രോലൈറ്റ് ആണ്. എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ കാറ്റയോണിൻ്റെയും ആനയോണിൻ്റെയും മൊബിലിറ്റി സെയിം ആണ്. അത്തരത്തിലുള്ള ഇലക്ട്രോലൈറ്റേ ഉപയോഗിക്കാവുള്ളൂ. അങ്ങനെ ഉപയോഗിച്ചാൽ നമ്മുടെ സെല്ലിൻ്റെ പൊട്ടൻഷ്യലിന് യാതൊരു ചേഞ്ചും ഈ ഇലക്ട്രോലൈറ്റ് ഉണ്ടാക്കില്ല. അപ്പോൾ സിങ്ക് 2+ അയോണിൻ്റെ കോൺസെൻട്രേഷൻ ഈസ് ആദ്യത്തെ ഹാഫ് സെല്ലിൽ കൂടുന്നു. രണ്ടാമത്തെ ഹാഫ് സെല്ലിൽ മെറ്റൽ അയോൺ ദാറ്റ് മീൻസ് Cu2+ൻ്റെ കോൺസെൻട്രേഷൻ കുറയുന്നു എന്ന് നമ്മൾ നേരത്തെ കണ്ടു. അതിൻ്റെ ഫലമായി ഇവിടുത്തെ ഇനാർട്ട് ഇലക്ട്രോലൈറ്റുള്ള K+ അയോൺ എങ്ങോട്ട് മൂവ് ചെയ്യും? ഏത് ഹാഫ് സെല്ലിലാണോ മെറ്റൽ അയോൺ കോൺസെൻട്രേഷൻ കുറയുന്നത് അങ്ങോട്ടായിരിക്കും അതിൻ്റെ മൂവ്മെൻറ്റ്. ആനയോണോ ഇവിടെ മെറ്റൽ അയോൺ കോൺസെൻട്രേഷൻ കൂടുന്നു. അതുകൊണ്ട് ആനയോണിൻ്റെ മൂവ്മെൻറ്റ് എങ്ങോട്ട് വരും? ഏത് ഹാഫ് സെല്ലിലാണോ ഓക്സിഡേഷൻ നടക്കുന്നത്. അപ്പം ആനോഡിൽ മെറ്റൽ അയോൺ കോൺസെൻട്രേഷൻ സൊല്യൂഷനിൽ കൂടി വരുന്നു. കാഥോഡ് ആയിട്ട് ആക്ട് ചെയ്യുന്ന ഹാഫ് സെല്ലിൽ മെറ്റൽ അയോണിൻ്റെ കോൺസെൻട്രേഷൻ കുറയുന്നു. കാരണം ഇവിടുത്തെ മെറ്റൽ അയോൺ റോഡിൽ എന്ത് ചെയ്യുന്നുണ്ട്? ഡെപ്പോസിറ്റ് ചെയ്യുന്നുണ്ട് ബൈ മീൻസ് ഓഫ് റിഡക്ഷൻ. അതുകൊണ്ട് മെറ്റൽ അയോൺ കോൺസെൻട്രേഷൻ കാഥോഡ് ആയിട്ട് ആക്ട് ചെയ്യുന്ന ഹാഫ് സെല്ലിൽ കുറയുന്നു. ആനോഡായിട്ട് ആക്ട് ചെയ്യുന്ന ഹാഫ് സെല്ലിൽ മെറ്റൽ റോഡ് ഇലക്ട്രോണെ ലൂസ് ചെയ്ത സൊല്യൂഷനിലേക്ക് ഇറങ്ങിച്ചെല്ലുന്നത് കൊണ്ട് അവിടെ മെറ്റൽ അയോൺ കോൺസെൻട്രേഷൻ കൂടുന്നു. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇലക്ട്രിക്കൽ ന്യൂട്രാലിറ്റി മെയിൻറ്റെയിൻ ചെയ്യണം. അതും ആരുടെ ജോലിയാണ്? സാൾട്ട് ബ്രിഡ്ജിൻ്റെ ജോലിയാണ്. നേരത്തെ നമ്മൾ സാൾട്ട് ബ്രിഡ്ജിനെ ഉപയോഗിച്ചത് എന്തിനാണ്? സെൽ സർക്യൂട്ട് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയാണ്. ദാറ്റ് മീൻസ് പ്രത്യേകിച്ച് ഇന്നർ സെൽ സർക്യൂട്ട്, അകത്തോടുള്ള സെൽ സർക്യൂട്ട് കംപ്ലീറ്റ് ചെയ്യാൻ. അപ്പോഴല്ലേ നമ്മൾ ബൾബ് കണ്ടിന്യൂസ് ആയിട്ട് കത്തിയത്. അപ്പോൾ ആ ഇൻറ്റേർണൽ കണ്ടിന്യൂറ്റിക്ക് വേണ്ടിയാണ് നമ്മൾ സാൾട്ട് ബ്രിഡ്ജ് ഉപയോഗിച്ചത്. അറ്റ് ദ സെയിം ടൈം ഇത്തരത്തിൽ മെറ്റൽ അയോൺ കോൺസെൻട്രേഷൻ ചേഞ്ച് രണ്ട് ഹാഫ് സെല്ലും വരുന്നു. ആനോഡിൽ കൂടുന്നു, കാഥോഡിൽ കുറയുന്നു. അപ്പോൾ ഇലക്ട്രിക്കൽ ന്യൂട്രാലിറ്റി മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതും ആരുടെ ധർമ്മമാണ്? സാൾട്ട് ബ്രിഡ്ജിൻ്റെ ധർമ്മമാണ്. അതിൻ്റെ ഫലമായി മെറ്റൽ അയോൺ കോൺസെൻട്രേഷൻ കുറയുന്ന സ്ഥലത്തേക്ക് സാൾട്ട് ബ്രിഡ്ജിലെ കാറ്റയോണിൻ്റെ മൊബിലിറ്റി ഉണ്ടാവും. നേരെ മറിച്ച് മെറ്റൽ അയോൺ കോൺസെൻട്രേഷൻ കൂടുന്ന ഹാഫ് സെല്ലിൽ അഥവാ ഓക്സിഡേഷൻ നടക്കുന്ന ഹാഫ് സെല്ലിലേക്ക് ആനയോണിൻ്റെ മൂവ്മെൻറ്റും ഇനേർട്ട് ഇലക്ട്രോലൈറ്റിന് ഉണ്ടാവും. പക്ഷേ ഈ രണ്ട് അയോണുകളുടെയും അയോണിക് മൊബിലിറ്റി ഈക്വൽ അല്ലെങ്കിൽ അത് സെൽ പൊട്ടൻഷ്യനെ അഫക്റ്റ് ചെയ്യും. അതുകൊണ്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഇലക്ട്രോലൈറ്റ് ഈ സാൾട്ട് ബ്രിഡ്ജിൽ എന്തായിരിക്കണം? ഇനേർട്ട് ഇലക്ട്രോലൈറ്റ് ആയിരിക്കണം. എന്ന് പറഞ്ഞാൽ രണ്ടിൻ്റെയും അയോണിക് മൊബിലിറ്റി സെയിം ആയിരിക്കണം. അപ്പോൾ എന്താണ് ഡാനിയൽ സെൽ നമ്മൾ കണ്ടു. ഡാനിയൽ സെൽ ഈസ് എ വെൽ നോൺ എക്സാമ്പിൾ ഓഫ് എ ഗാൽവാനിക് സെൽ. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് two half cells. One, a reactive metal, say zinc rod in contact with zinc sulfate solution, and the other one again a different reactive metal, say copper rod in contact with copper sulfate solution.
ഇനി നമ്മൾ എന്ത് ചെയ്തു? ഓൺ കണക്ടിങ് ദ 2 റോഡ്സ് ബൈ എ മെറ്റാലിക് വയർ, പുറത്തൂടെ ഒരു മെറ്റാലിക് വയർ വഴി കണക്ട് ചെയ്തു. ഇതിൽ കൂടി ഒരു വോൾട്ട് മീറ്ററിലൂടെ, എന്തിന്? എത്ര കറണ്ട് പാസ് ചെയ്യുമെന്ന് അറിയാൻ വേണ്ടി. ആൻഡ് 2 സൊല്യൂഷൻ ഇൻറ്റേർണലി, ആ 2 സൊല്യൂഷനെ അകത്തൂടെയും കണക്ട് ചെയ്തു. അങ്ങനെ പുറത്തൂടെയും അകത്തൂടെയും ഇതിനെ കണക്ട് ചെയ്ത് ഈ 2 ഹാഫ് സെല്ലിനെ ഒരു സെല്ലാക്കി മാറ്റിക്കഴിയുമ്പോൾ ദർ ഈസ് എ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ ദ കാഥോഡ് ആൻഡ് ആനോഡ്. കാഥോഡും ആനോഡും തമ്മിൽ ഒരു പൊട്ടൻഷ്യൽ വ്യത്യാസം ഉണ്ടാവും. കാരണം ആനോഡിൽ നിന്ന് കാഥോഡിലേക്ക് ഇലക്ട്രോൺ ഫ്ലോ ഉണ്ടാവുന്നു. ആ ഇലക്ട്രോൺ ഫ്ലോ ഉണ്ടാകുന്നതിൻ്റെ ഫലമായി കാഥോഡിൻ്റെ പൊട്ടൻഷ്യൽ കൂടുന്നു. ആരെ അപേക്ഷിച്ച്? ആനോഡിനെ അപേക്ഷിച്ച്. ആ പൊട്ടൻഷ്യൽ ഡിഫറൻസ് കോസസ് എ കറണ്ട് ഫ്ലോ ഇൻ ദ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. അപ്പോൾ ഇങ്ങനെ ആനോഡിൽ നിന്ന് കാഥോഡിലേക്ക് ഇലക്ട്രോൺ ഫ്ലോ ഉണ്ടാകുന്നതിൻ്റെ ഫലമായി, ബിക്കോസ് ഓഫ് ഓക്സിഡേഷൻ അറ്റ് ആനോഡ്, ദർഫോർ ദർ ഈസ് flow of electron from anode to the cathode, and because of the flow of electron from anode to the cathode there is a potential difference between the cathode and the anode, and that potential difference causes a current flow in the opposite direction, that is from cathode to the anode. So current flow എവിടെ നിന്ന് എങ്ങോട്ടാണ്? current flow from cathode to the anode, electron flow anode to cathode. And that potential difference causes a current flow from cathode to anode and is called the cell electromotive force. അതിനെ വിളിക്കുന്നതാണ് cell electromotive force or EMF. That is the potential difference between the 2 electrodes of a galvanic cell. ഒരു ഗാൽവനിക് സെല്ലിലുള്ള 2 ഇലക്ട്രോഡുകൾ തമ്മിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സെൽ പൊട്ടൻഷ്യൽ, and is measured in volt. Therefore the cell potential represented as E cell is equal to difference in potential between the 2 electrode. That means potential of cathode minus potential of anode. Therefore E cell is equal to the electrode potential of cathode minus the electrode potential of anode. Conventionally the anode is represented or set up in the left hand side and cathode on the right hand side. Therefore the half cell that is represented at the left hand side is the anode and on the right hand side is the cathode. Therefore E cell can also be written as E right hand electrode minus E left hand electrode. ഇനി ഇത്തരത്തിലുള്ള ഒരു ഇലക്ട്രോ കെമിക്കൽ സെല്ലിനെ, ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ കണ്ട ഡാനിയൽ സെല്ലിനെ നമുക്ക് വളരെ സിമ്പിളായിട്ട് റെപ്രസെൻ്റ് ചെയ്യാം. അതിനെ നമ്മൾ വിളിക്കുന്നവരാണ് സെൽ ഡയഗ്രാം ഓർ സെൽ നൊട്ടേഷൻ. അപ്പോൾ ഒരു സെൽ ഡയഗ്രത്തിൽ നമുക്കൊരു സെല്ലിനെ പൂർണ്ണമായി ചിത്രീകരിക്കാം. ദാറ്റ് മീൻസ് എ സെൽ ഡയഗ്രാം ഈസ് എ ഷോർട്ട് ഹാൻഡ് റെപ്രസെൻറ്റേഷൻ ഓഫ് എൻ ഇലക്ട്രോ കെമിക്കൽ സെൽ. ഒരു ഇലക്ട്രോ കെമിക്കൽ സെല്ലിൻ്റെ വളരെ ചുരുക്കി രേഖപ്പെടുത്തുന്ന രീതിയാണ് സെൽ ഡയഗ്രാം ഓർ സെൽ നൊട്ടേഷൻ ഓർ സെൽ റെപ്രസെൻറ്റേഷൻ. അങ്ങനെ ഒരു സെല്ലിനെ നമ്മൾ രേഖപ്പെടുത്തുമ്പോൾ ആനോഡ് ഈസ് പ്ലേസ്ഡ് ഓൺ ദി ലെഫ്റ്റ് സൈഡ് ഓഫ് ദി ഡയഗ്രാം. ഡയഗ്രത്തിൻ്റെ ലെഫ്റ്റ് സൈഡിലാണ് ആനോഡിനെ രേഖപ്പെടുത്തുന്നത്. കാഥോഡ് ഈസ് പ്ലേസ്ഡ് ഓൺ ദി റൈറ്റ് ഹാൻഡ് സൈഡ്. കാഥോഡ് വലത്തുവശത്തുമാണ്. അപ്പോൾ ആനോഡ് ഈസ് പ്ലേസ്ഡ് ഓൺ ദി ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഓഫ് ദ ഡയഗ്രാം ആൻഡ് കാഥോഡ് ഈസ് പ്ലേസ്ഡ് ഓൺ ദി റൈറ്റ് ഹാൻഡ് സൈഡ്. ഇനി അപ്പോൾ ഇവിടുത്തെ ആനോഡ് സിംഗിൾ റോഡ് ആണല്ലോ. കാഥോഡ് ആരാണ്? കോപ്പർ. ദാറ്റ് ഈസ് റിട്ടൺ ഓൺ ദി റൈറ്റ് ഹാൻഡ് സൈഡ്. ദെൻ എ സിംഗിൾ വെർട്ടിക്കൽ ലൈൻ represents a boundary between the phases such as between the electrode and the solution. കാരണം സിങ്കിൻ്റെ അയോണുള്ള സൊല്യൂഷനിലാണ് താഴ്ത്തി വെച്ചിരിക്കുന്നത്. അപ്പോൾ സിങ്ക് 2+ ഒക്കെ സൊല്യൂഷനിൽ ഡിപ്പ് ചെയ്തിരിക്കുന്നു. ഇലക്ട്രോഡ് ആൻഡ് ഇലക്ട്രോളിക് സൊല്യൂഷൻ ഈസ് സെപ്പറേറ്റ് ബൈ എ സിംഗിൾ വെർട്ടിക്കൽ ലൈൻ. അതേപോലെ ഇവിടെ കോപ്പർ ഈസ് ഡിപ്ഡ് ഇൻ കോപ്പർ 2+ അയോൺ സൊല്യൂഷൻ. അഗെയിൻ ദി ഇലക്ട്രോഡ് ആൻഡ് ഇലക്ട്രോളിക് സൊല്യൂഷൻ ഈസ് സെപ്പറേറ്റ് ബൈ എ സിംഗിൾ വെർട്ടിക്കൽ ലൈൻ. ഇനി നമ്മൾ 2 ഇലക്ട്രോളിക് സൊല്യൂഷനെ ഒരു ഡബിൾ വെർട്ടിക്കൽ ലൈൻ വെച്ചാണ് നമ്മൾ സെപ്പറേറ്റ് ചെയ്യുക. ദാറ്റ് മീൻസ് എ ഡബിൾ വെർട്ടിക്കൽ ലൈൻ റെപ്രസെൻറ്റ് നത്തിങ് ബട്ട് ദ സാൾട്ട് ബ്രിഡ്ജ് ഓർ
ദ പോറസ് ബാരിയർ സെപ്പറേറ്റിംഗ് ദ ടു ഹാഫ് സെൽസ്. അപ്പോൾ ഇങ്ങനെ ഒരു സെല്ലിനെ ചുരുക്കി രേഖപ്പെടുത്തുന്നതിനെ വിളിക്കുന്നവരാണ് സെൽ നൊട്ടേഷൻ ഓർ സെൽ ഡയഗ്രാം ഓർ സെൽ റെപ്രസെൻറ്റേഷൻ. അപ്പോൾ എന്താണ് ആനോഡ് റിയാക്ഷൻ? ഓക്സിഡേഷൻ അല്ലേ? ആനോഡ് റിയാക്ഷൻ ഈസ് കോൾഡ് ഓക്സിഡേഷൻ. അവിടെ ഓക്സിഡൈസ് ചെയ്യുന്ന ആര്? ഉള്ളതിൽ ആരാണോ മോർ ഇലക്ട്രോപോസിറ്റീവ്. ഇവിടെ സിങ്കും ഉണ്ട് കോപ്പറും ഉണ്ട്. ആരാണ് മോർ ഇലക്ട്രോപോസിറ്റീവ്? സിങ്ക്. അപ്പോൾ സിങ്ക് സോളിഡ് സൊല്യൂഷനിലേക്ക് ഇലക്ട്രോണെ ലൂസ് ചെയ്ത് ഇറങ്ങിപ്പോകുന്നു. എങ്ങനെ? Zn2+ ബൈ ലൂസിങ് 2 ഇലക്ട്രോൺ. അപ്പോൾ ഇലക്ട്രോൺ ലൂസ് ചെയ്യുന്നതിനെ എന്ത് വിളിക്കും? ഓക്സിഡേഷൻ. സോ അറ്റ് ആനോഡ് വാട്ട് ഹാപ്പൻ? ഓക്സിഡേഷൻ ടേക്സ് പ്ലേസ് സോ ദാറ്റ് Zn solid go into the solution as Zn2+ by losing 2 electron. അപ്പോൾ ആനോഡിൽ നിന്ന് ഇലക്ട്രോൺ ഫ്ലോ എങ്ങോട്ട് നടക്കും? രണ്ടാമത്തെ ഹാഫ് സെല്ലിലേക്ക് നടക്കും. അപ്പോൾ ആ രണ്ടാമത്തെ ഹാഫ് സെല്ലിൽ ആ ഇലക്ട്രോൺ സ്വീകരിക്കപ്പെടും. ആര്? ആ മെറ്റൽ ഇലക്ട്രോൺ താഴ്ത്തി വച്ചിരിക്കുന്ന സൊല്യൂഷനുള്ള ആ മെറ്റലിൻ്റെ തന്നെ അയോൺ. അപ്പോൾ ഇലക്ട്രോണെ സ്വീകരിക്കുന്നതുകൊണ്ട് അവിടെ എന്ത് നടക്കുന്നു? റിഡക്ഷൻ നടക്കുന്നു. അങ്ങനെ റിഡക്ഷൻ നടക്കുന്ന ഇലക്ട്രോണിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് കാഥോഡ്. അതുകൊണ്ട് അവിടുത്തെ റിയാക്ഷനെ നമുക്കെന്ത് വിളിക്കാം? കാഥോഡ് റിയാക്ഷൻ. ആ കാഥോഡ് റിയാക്ഷൻ അപ്പോൾ എന്താണ്? ഇലക്ട്രോണെ സ്വീകരിക്കുന്ന പ്രവർത്തനമാണ്. അതുകൊണ്ട് അതിനെ നമ്മൾ വിളിക്കുന്ന പേരെന്താണ്? റിഡക്ഷൻ. ഗെയിനിങ് ഓഫ് ഇലക്ട്രോൺ കോൾ റിഡക്ഷൻ. അവിടുത്തെ റിഡക്ഷൻ റിയാക്ഷൻ എഴുതാം. സൊല്യൂഷനിൽ എന്തുണ്ട്? മെറ്റലിൻ്റെ അയോൺ തന്നെയുണ്ട് Cu2+. അത് ഈ ഇലക്ട്രോണിനെ ഗെയിൻ ചെയ്തു അല്ലേ? ഗെയിനിങ് ഓഫ് ഇലക്ട്രോൺ കോൾ റിഡക്ഷൻ. റിഡക്ഷൻ നടന്ന് Cu സോളിഡായിട്ട് മാറുകയും അത് ആ കോപ്പർ റോഡിൽ പറ്റിപ്പിടിക്കുകയും ചെയ്യും. അപ്പോൾ എല്ലാ ഇലക്ട്രോ കെമിക്കൽ സെല്ലിലും 2 ഹാഫ് സെൽ റിയാക്ഷൻ ഉണ്ട്. ആനോഡിൽ നടക്കുന്ന റിയാക്ഷനെ ഓക്സിഡേഷൻ ഹാഫ് സെൽ റിയാക്ഷൻ എന്നും കാഥോഡിൽ നടക്കുന്ന റിയാക്ഷനെ റിഡക്ഷൻ ഹാഫ് സെൽ റിയാക്ഷൻ എന്നും വിളിക്കും. അപ്പോൾ സെല്ലിൻ്റെ റിയാക്ഷൻ എന്താണ്? ഇത് രണ്ടും കൂടെ ചേർന്നാണ്. അപ്പോൾ ഇത് രണ്ടിനെയും കൂടെ നമുക്ക് എന്ത് ചെയ്യണം? കമ്പൈൻ ചെയ്യണം. അങ്ങനെ കമ്പൈൻ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? നെറ്റ് സെൽ റിയാക്ഷൻ കിട്ടും. അപ്പോൾ ആ നെറ്റ് സെൽ റിയാക്ഷൻ എന്ത് വിളിക്കും? റിഡക്ഷൻ ഓക്സിഡേഷൻ, റിഡോക്സ് റിയാക്ഷൻ. സോ ദ നെറ്റ് റിയാക്ഷൻ റിഡോക്സ് റിയാക്ഷൻ. അപ്പോൾ നെറ്റ് റിയാക്ഷൻ ആൻഡ് ദാറ്റ് നെറ്റ് റിയാക്ഷൻ ഈസ് കോൾഡ് ദ സെൽ റിയാക്ഷൻ. അതിനെ വിളിക്കുന്നവരാണ് സെൽ റിയാക്ഷൻ. സെൽ റിയാക്ഷൻ. അപ്പോൾ ഇവിടുത്തെ സെൽ റിയാക്ഷൻ നമുക്ക് എഴുതണമെങ്കിൽ ഈ 2 ഹാഫ് സെൽ റിയാക്ഷൻ എന്ത് ചെയ്യുക? കമ്പൈൻ ചെയ്യാം. അപ്പോൾ കമ്പൈൻ ചെയ്യാം. ലെഫ്റ്റ് സൈഡായിട്ട് ആഡ് ചെയ്ത് എഴുതുക, റൈറ്റ് സൈഡായിട്ട് ആഡ് ചെയ്യാം. അപ്പോൾ ലെഫ്റ്റ് സൈഡിൽ എന്തുണ്ട്? സിങ്ക് സോളിഡ് പ്ലസ് Cu2+ അക്വസ് അല്ലേ? ഇവിടെ രണ്ടിടത്തും 2 ഇലക്ട്രോൺ ഉണ്ട്. അത് 2 ഇലക്ട്രോൺ ക്യാൻസൽ. റൈറ്റ് സൈഡ് ആഡ് ചെയ്യുമ്പോൾ Zn2+ അക്വസ് പ്ലസ് Cu solid. So this is the net cell reaction. Net cell reaction is a typical redox reaction. That means zinc get oxidized to zinc 2+, wherein anode and copper 2+ get reduced to copper. That is reduction at the cathode. So the net cell reaction is a typical redox reaction. Then the chemical energy of this redox reaction is converted to electrical energy. And such a device is called electrochemical cell or galvanic cell or voltaic cell. That means the cell which convert the chemical energy of a spontaneous redox reaction directly into electrical energy. A typical example ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത് ഡാനിയൽ സെൽ. ഇപ്പോൾ ഡാനിയൽ സെല്ലിനെ എങ്ങനെ രേഖപ്പെടുത്താം? എപ്പോഴും നമ്മൾ ആനോടാണ് എവിടെ എഴുതുക? ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ എഴുതാം. കാഥോഡ് എപ്പോഴും എവിടെ എഴുതും? റൈറ്റ് ഹാൻഡ് സൈഡിൽ എഴുതും. കാഥോഡ് റൈറ്റ് ഹാൻഡ് സൈഡ്. അപ്പോൾ ആനോട് എഴുതുമ്പോൾ ഇലക്ട്രോഡ് ആദ്യം എഴുതിക്കാണ്. സിങ്ക് സോളിഡ് അതെവിടെ താഴ്ത്തി വെച്ചിരിക്കുന്നു? സിങ്കിൻ്റെ അയോണുള്ള സൊല്യൂഷൻ. പിന്നെ സെൽ റെപ്രസെൻറ്റേഷനുള്ള നൊട്ടേഷൻ എന്താണ്? ഇലക്ട്രോഡ് ആൻഡ് ഇലക്ട്രോളിക് സൊല്യൂഷൻ ഈസ് സെപ്പറേറ്റ് ബൈ സിംഗിൾ വെർട്ടിക്കൽ ലൈൻ. ഓക്കെ, സിംഗിൾ വെർട്ടിക്കൽ ലൈൻ. ഇനി നമ്മൾ കാഥോഡ് എഴുതുമ്പോൾ അത് ഏറ്റവും അവസാനം റൈറ്റ് ഹാൻഡ് സൈഡിൽ ആണ് കാഥോഡ് എഴുതുക. കാഥോഡ് ഇവിടെ ആരാണ്? കോപ്പർ സോളിഡ്. അതിന് മുമ്പ് എന്തെഴുതും? അത് താഴ്ത്തി വച്ചിരിക്കുന്ന മെറ്റൽ അയോണിനെ കാണിക്കാൻ വേണ്ടി ആ സൊല്യൂഷനെ എങ്ങനെ രേഖപ്പെടുത്തും? Cu2+ൻ്റെ അക്വസ് സൊല്യൂഷൻ എന്ന് കാണിക്കാൻ വേണ്ടി Cu2+ അക്വസ് എന്ന് എഴുതും. അഗെയിൻ ഇലക്ട്രോലൈറ്റ് ആൻഡ് ഇലക്ട്രോഡ് ആർ സെപ്പറേറ്റ് ബൈ സിംഗിൾ വെർട്ടിക്കൽ ലൈൻ. ഇനി 2 ഹാഫ് സെല്ലും അകത്തൂടെ
നമ്മൾ കണക്ട് ചെയ്യുന്നു, ഇൻറ്റേർണൽ കണക്ഷൻ. അതിനുവേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു സെറ്റപ്പ് ഉണ്ട്, സാൾട്ട് ബ്രിഡ്ജ്. അതിന് രണ്ട് പ്രധാനപ്പെട്ട ജോലിയാണ് സാൾട്ട് ബ്രിഡ്ജ് ചെയ്തത്. ഇൻറ്റേർണൽ കണ്ടിന്യൂറ്റി ഓഫ് ദ സെൽ. രണ്ടാമത്തെ നമ്മൾ കണ്ടു, ടു മെയിൻറ്റെയിൻ ദി ഇലക്ട്രിക്കൽ ന്യൂട്രാലിറ്റി. അപ്പോൾ ഈ രണ്ട് ഇലക്ട്രോളിക് സൊല്യൂഷനെ നമ്മൾ സെപ്പറേറ്റ് ചെയ്യുന്ന ഡബിൾ വെർട്ടിക്കൽ ലൈൻ, അത് സാൾട്ട് ബ്രിഡ്ജിനെ രേഖപ്പെടുത്തും. അപ്പോൾ ദിസ് ഈസ് ദ സെൽ റെപ്രസെൻറ്റേഷൻ. അപ്പോൾ ഈ സെൽ ഡയഗ്രാം അഥവാ സെൽ നൊട്ടേഷൻ അല്ലെങ്കിൽ സെൽ റെപ്രസെൻറ്റേഷൻ തന്നാൽ നമുക്ക് ആനോഡ് ഏതെന്ന് പറയാം, കാഥോഡ് ഏതെന്ന് പറയാം. അപ്പോൾ ഇവിടെ ആനോഡ് ഏതെന്ന് പറയാം, ഏറ്റവും ലെഫ്റ്റ് ഹാൻഡ് സൈഡിലുള്ളത് അതാണല്ലോ ആനോഡ്. അപ്പോൾ ഇവിടെ ആനോഡ് ആരാണെന്ന് മനസ്സിലായി, സിങ്ക് ആണെന്ന് മനസ്സിലായി. റൈറ്റ് ഹാൻഡ് സൈഡിൽ ഉള്ളത് എന്താണ്, കാഥോഡ്. അപ്പോൾ കാഥോഡ് ആരാണെന്ന് മനസ്സിലായി, കോപ്പർ ആണെന്ന് മനസ്സിലായി. ആനോഡിൽ എന്ത് റിയാക്ഷൻ നടക്കുന്നത്, സിങ്ക് കഴിഞ്ഞാൽ എഴുതിയിരിക്കുന്നത് എന്താണ്, Zn2+. അപ്പോൾ സിങ്ക് എന്തായിട്ട് മാറണം, സിങ്ക് 2+ ആയിട്ട് മാറണം. അപ്പോൾ ഇലക്ട്രോണെ ലൂസ് ചെയ്യണമല്ലോ. അപ്പോൾ അവിടുത്തെ റിയാക്ഷൻ എന്താണ്, ഓക്സിഡേഷൻ റിയാക്ഷൻ. അപ്പോൾ ആ റിയാക്ഷൻ നമുക്ക് എഴുതി കാണിക്കാമല്ലോ. ഇത് ഈ സെൽ ഡയഗ്രാം വെച്ചുകൊണ്ട് Zn ഈസ് കൺവേർട്ട് ടു Zn2+. അങ്ങനെ Zn2+ ആവണമെങ്കിൽ എത്ര ഇലക്ട്രോണെ ലൂസ് ചെയ്യണം, 2 ഇലക്ട്രോൺ. ഇലക്ട്രോണെ ലൂസ് ചെയ്യുന്ന പ്രക്രിയ എന്ന് വിളിക്കും, ഓക്സിഡേഷൻ. അപ്പോൾ അത് എഴുതി കാണിക്കാൻ സാധിക്കുമല്ലോ. ഇനി റൈറ്റ് ഹാൻഡ് സൈഡിൽ നമ്മൾ കാഥോഡ് എഴുതുമ്പോൾ ഇലക്ട്രോലൈറ്റ് അല്ലേ ആദ്യം എഴുതിയിരിക്കുന്നത്. അതിനും കാരണമുണ്ട്. കാരണം ആ ഇലക്ട്രോലൈറ്റിലുള്ള മെറ്റൽ അയോൺ എന്തായിട്ട് മാറുന്നു, മെറ്റലായിട്ട് മാറുന്നു. അങ്ങനെ Cu2+ അയോൺ Cu ആയിട്ട് മാറണമെങ്കിൽ ഇലക്ട്രോണെ ഗെയിൻ ചെയ്യണമല്ലോ. അപ്പോൾ എന്ത് പ്രക്രിയ നടക്കണം, റിഡക്ഷൻ. അതുകൊണ്ട് കാഥോഡിൽ എന്ത് നടക്കുന്നു, റിഡക്ഷൻ നടക്കുന്നു. അപ്പോൾ റിഡക്ഷൻ നടക്കുന്നു. അപ്പോൾ ആ റിയാക്ഷൻ നമുക്കിത് നോക്കി എഴുതാമല്ലോ. Cu2+ സൊല്യൂഷനിൽ നിന്ന് എന്തായിട്ട് മാറി, Cu സോളിഡായിട്ട് മാറി. എങ്ങനെ, ഇലക്ട്രോണെ ഗെയിൻ ചെയ്താലേ പറ്റൂ. എത്ര ഇലക്ട്രോണെ ഗെയിൻ ചെയ്യണം, 2 ഇലക്ട്രോണെ ഗെയിൻ ചെയ്യണം. അപ്പോൾ ഇലക്ട്രോണെ ഗെയിൻ ചെയ്താൽ ആ പ്രോസസ്സ് എന്താണ്, റിഡക്ഷൻ. അപ്പോൾ സെൽ ഡയഗ്രാം നോക്കി ആ ഹാഫ് സെൽ റിയാക്ഷൻ എഴുതാമല്ലോ. ഓക്സിഡേഷൻ ഹാഫ് സെൽ റിയാക്ഷൻ എഴുതാം, റിഡക്ഷൻ ഹാഫ് സെൽ റിയാക്ഷൻ എഴുതാം. അങ്ങനെ 2 ഹാഫ് സെൽ റിയാക്ഷൻ എഴുതി കഴിഞ്ഞാൽ ഇത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്താൽ ഇതിൽ നിന്ന് എന്തു എഴുതാം, സെൽ റിയാക്ഷൻ എഴുതാം. അപ്പോൾ ആ സെൽ റിയാക്ഷൻ എന്തായിരിക്കും, ഇത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്താൽ റിഡക്ഷൻ ഓക്സിഡേഷൻ, ദാറ്റ് ഈസ് കോൾഡ് റിഡോക്സ് റിയാക്ഷൻ. അപ്പോൾ ഇത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്ത് നോക്ക്. ലെഫ്റ്റ് സൈഡായിട്ട് കമ്പൈൻ ചെയ്യും, റൈറ്റ് സൈഡുമായിട്ട് കമ്പൈൻ ചെയ്യും. അപ്പോൾ ഒന്ന് കമ്പൈൻ ചെയ്ത് ഇടത്ത് വശം കമ്പൈൻ ചെയ്യുമ്പോൾ സിങ്ക് സോളിഡ് പ്ലസ് എന്താ, Cu2+, അക്വസ്. അഗെയിൻ 2 ഇലക്ട്രോൺ ക്യാൻസൽ. റൈറ്റ് സൈഡ് ആഡ് ചെയ്യുമ്പോൾ Zn2+ അക്വസ് അല്ലേ, Zn2+ അക്വസ് സൊല്യൂഷനിലേക്ക് പോകുന്നു. സിങ്ക് 2+ ആയി. പ്ലസ് റൈറ്റ് ഹാൻഡ് സൈഡിൽ എന്താ ഉള്ളത്, Cu സോളിഡ്. അപ്പോൾ ഒരു സെൽ ഡയഗ്രാം തന്നാൽ അതിൽ നിന്ന് ഹാഫ് സെൽ റിയാക്ഷൻ എഴുതാൻ മനസ്സിലായല്ലോ. അങ്ങനെ ഹാഫ് സെൽ റിയാക്ഷൻ എഴുതി കഴിഞ്ഞാൽ അത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്യുമ്പോൾ എന്ത് റിയാക്ഷൻ എഴുതാൻ പറ്റും, സെൽ റിയാക്ഷൻ എഴുതാൻ പറ്റും. ഓക്കെ. അപ്പോൾ ഇവിടെ ഒരു ഇലക്ട്രോ കെമിക്കൽ സെല്ലിൽ ആനോഡ് ഇവിടെ ആരാണ്, ഇലക്ട്രോണെ ലൂസ് ചെയ്യുന്ന സിങ്കാണ്. കാഥോഡ് ആരാണ്, ഇലക്ട്രോണെ ഗെയിൻ ചെയ്യുന്ന ആരാണ്, കോപ്പർ. അപ്പോൾ കാഥോഡ് ഈസ് കോപ്പർ, ആനോഡ് ഈസ് സിങ്ക്. ഇനി കാരിയേഴ്സ് ഓഫ് ചാർജിൻ്റെ വാഹകരാരാണ്, ഇൻസൈഡ് അകത്തൂടെ ആരാണ്, അകത്താരാ ഉള്ളത്, അയോൺസ്. ഓക്കെ. ഔട്ട്സൈഡ് ആരാണ്, മെറ്റാലിക് വയറിലുള്ള ഡീലോക്കലൈസ്ഡ് ഇലക്ട്രോൺ. അപ്പോൾ പുറത്തൂടെ ചാർജിനെ ക്യാരി ചെയ്യുന്ന ഇലക്ട്രോൺ, അകത്തൂടെയോ അയോൺസ്. ഓക്കെ. അപ്പോൾ നമ്മൾ എന്താ കണ്ടത്, എ ഗാൽവാനിക് സെൽ ഈസ് ജനറലി റെപ്രസെൻറ്റ് ബൈ പുട്ടിംഗ് എ വെർട്ടിക്കൽ ലൈൻ ബിറ്റ്വീൻ മെറ്റൽ ആൻഡ് ഇലക്ട്രോലൈറ്റ് സൊല്യൂഷൻ. ആനോഡ് ലെഫ്റ്റ് സൈഡ് ആൻഡ് കാഥോഡ് റൈറ്റ് side, and putting a double vertical line between the two electrolytes connected by a salt bridge. Oxidation takes place at zinc rod and is called the anode, and reduction takes place at the copper rod and is called the cathode. Anode reaction endana? Oxidation, that means losing of electron. But zinc solid loses electron and go into the solution as Zn2+. That is the oxidation reaction. Then cathode reaction endana? Gaining of electron, called reduction. അപ്പോൾ Cu2+ ion from the solution gains electron and get reduced to copper solid. അപ്പോൾ overall cell reaction രണ്ടുകൂടെ കമ്പൈൻ ചെയ്യുമ്പോൾ റിഡക്ഷൻ ഓക്സിഡേഷൻ റിയാക്ഷൻ called redox reaction.
അപ്പോൾ ആഡ് ചെയ്യുമ്പോൾ ലെഫ്റ്റ് സൈഡ് തമ്മിൽ ആഡ് ചെയ്തു, റൈറ്റ് സൈഡ് തമ്മിൽ ആഡ് ചെയ്തു. 2 ഇലക്ട്രോൺ ക്യാൻസൽ. അപ്പോൾ Zn solid plus Cu2 plus aqueous giving Zn2 plus Cu solids. Okay, flow of electron from zinc to copper produces a current flow from copper to zinc. That means in the reverse direction. It has an electrical potential 1.1 volt. നമ്മൾ ഈ രണ്ട് ഹാഫ് സെല്ലിനെ അകത്തൂടെയും പുറത്തൂടെയും കണക്ട് ചെയ്തിട്ട് നമ്മൾ സെല്ലിൻ്റെ പൊട്ടൻഷ്യൽ ഓൾട്ടിമേറ്റർ റീഡിംഗ് നോക്കിയാൽ ദാറ്റ് ഈസ് ഈക്വൽ ടു 1.1 വോൾട്ട് under standard condition. That means 298 Kelvin, 1 bar pressure and a concentration of both the electrolyte. That means zinc 2 plus ion solution അതുപോലെ copper 2 plus ion ഉള്ള സൊല്യൂഷൻ്റെയും കോൺസെൻട്രേഷൻ 1 mole per liter. That means 1 molar. ഈ കണ്ടീഷനിലാണ് നമ്മൾ കീപ്പ് ചെയ്യുന്നതെങ്കിൽ ആ സെല്ലിൻ്റെ പൊട്ടൻഷ്യൽ എത്ര കിട്ടും? 1.1 വോൾട്ട്. ദാറ്റ് ഈസ് കോൾഡ് എ സ്റ്റാൻഡേർഡ് സെൽ പൊട്ടൻഷ്യൽ. ഓക്കെ, ദെൻ സാൾട്ട് ബ്രിഡ്ജ് ആൻഡ് ഇറ്റ് ഫങ്ഷൻ. എന്താണ് സാൾട്ട് ബ്രിഡ്ജ്? നമ്മൾ കണ്ടു. Salt bridge is a U-shaped tube containing concentrated solution of an inert electrolyte like KCl, KNO3, K2SO4, etc. mixed with gelatin used for the internal connection in galvanic cell. ഇപ്പോൾ യൂട്യൂബിനകത്ത് ഒരു ഫില്ലറായിട്ട് നമ്മൾ ജലാറ്റിൻ ഉപയോഗിക്കും. അതിനകത്താണ് ഈ ഇനേർട്ട് ഇലക്ട്രോലൈറ്റ് ഫില്ല് ചെയ്യുന്നത്. അപ്പോൾ ഇനേർട്ട് ഇലക്ട്രോലൈറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ദ മൊബിലിറ്റി ഓഫ് ദ കാറ്റയോൺ ആൻഡ് ആനിയോൺ ഈസ് ദ സെയിം. Then what are the functions of salt bridge? Number 1, complete the inner cell circuit. നമ്മൾ കണ്ടു, അകത്തോടുള്ള സർക്യൂട്ട് കംപ്ലീറ്റ് ആകുമ്പോഴാണ് ബൾബ് കണ്ടിന്യൂസ് ആയിട്ട് കത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ സർക്യൂട്ട് എന്താവും? ക്ലോസ്ഡ് ആവും. അപ്പം കംപ്ലീറ്റ് ദ ഇന്നർ സെൽ സർക്യൂട്ട്, ദാറ്റ് ഈസ് വൺ ഓഫ് ദ മേജർ ഫങ്ഷൻ. പിന്നെ നമ്മൾ കണ്ടു ഓക്സിഡേഷൻ നടക്കുന്നതുകൊണ്ട് ആനോഡിക് സൊല്യൂഷനിൽ അല്ലെങ്കിൽ ആനോഡ് താഴ്ത്തി വെച്ചിരിക്കുന്ന സൊല്യൂഷനിൽ മെറ്റൽ അയോൺ കോൺസെൻട്രേഷൻ കൂടുന്നു. കാതോട് താഴ്ത്തി വെച്ചിരിക്കുന്ന സൊല്യൂഷനിലുള്ള മെറ്റൽ അയോൺ കോൺസെൻട്രേഷൻ കുറയുന്നു, കാരണം അവിടെ റിഡക്ഷൻ നടക്കുന്നുണ്ട്. അപ്പോൾ ഈ ഇനേർട്ട് ഇലക്ട്രോലൈറ്റിലെ അയോൺസ് എങ്ങോട്ട് ഫ്ലോ ചെയ്യും? ഇനേർട്ട് ഇലക്ട്രോലൈറ്റ് കാറ്റയോൺ എവിടെയാണോ മെറ്റൽ അയോൺ കോൺസെൻട്രേഷൻ കുറയുന്നത് അങ്ങോട്ട് ഫ്ലോ ചെയ്യുന്നു. Cl മൈനസ് എങ്ങോട്ട് ഫ്ലോ ചെയ്യും? അല്ലെങ്കിൽ ഓപ്പോസിറ്റ്ലി ചാർജ് അയോൺ, നെഗറ്റീവ് അയോൺ ഫ്രം ദി ഇനേർട്ട് ഇലക്ട്രോലൈറ്റ് മൂവ് ടുവേഴ്സ് ദി ഇലക്ട്രോഡ് ഓർ ദ ഹാഫ് സെൽ വെയർ the metal ion concentration increases. Thereby, it maintains the electrical neutrality. More function. That means it prevents the transference of electrolyte from one half cell to the other. So, these are the major functions of salt bridge. Number 1, complete the inner cell circuit. Number 2, prevent the transference of electrolyte from one half cell to the other. Number 3, maintain the electrical neutrality to the solution. ഇനി നോക്കിയേ, ഈ പടം ഒന്ന് ശ്രദ്ധിച്ചേ. നമ്മളൊരു ഡാനിയൽ സെല്ലിനെ സ്റ്റാൻഡേർഡ് കണ്ടീഷനിൽ സെറ്റപ്പ് ചെയ്തു. വാട്ട് ഈസ് എ പൊട്ടൻഷ്യൽ? 1.1 വോൾട്ട്. ദാറ്റ് ഈസ് എ സെൽ പൊട്ടൻഷ്യൽ. നമ്മൾ പുറത്തൂടെ ഒരു എക്സ്റ്റേണൽ പൊട്ടൻഷ്യൽ കൊടുക്കുന്നു. ആ പൊട്ടൻഷ്യൽ 1.1 വോൾട്ടിനേക്കാൾ കുറവാണെന്ന് വിചാരിക്കാം. അപ്പോഴും എക്സ്റ്റേണൽ പൊട്ടൻഷ്യലിലോ കൂടുതൽ, സെല്ലിൻ്റെ പൊട്ടൻഷ്യലിലെ കൂടുതൽ. സോ ദാറ്റ് ദ സെൽ വർക്ക്സ് നോർമലി. ദാറ്റ് മീൻസ് ഇലക്ട്രോൺ ഫ്ലോ ഫ്രം സിങ്ക് ടു, സിങ്കിൽ നിന്ന് കോപ്പറിലേക്ക് ഇലക്ട്രോൺ ഫ്ലോ ചെയ്യും. That means zinc get dissolved in zinc sulfate solution and copper ion from copper sulfate solution get deposited on copper electrode. That means the current flow again as usual. That means in the opposite direction. That means cathode to the anode. എന്നാൽ നമ്മൾ പുറത്ത് നിന്ന് അപ്ലൈ ചെയ്യുന്ന പൊട്ടൻഷ്യൽ കൃത്യം 1.1 വോൾട്ട് ആണെന്ന് വിചാരിക്കാം. അപ്പോൾ എന്താവും? ബാലൻസ് ആവില്ലേ? എക്സ്റ്റേണൽ പൊട്ടൻഷ്യലും സെല്ലിൻ്റെ പൊട്ടൻഷ്യലും ഈക്വൽ ആയല്ലോ. അപ്പോൾ അതൊരു ബാലൻസ് ആയല്ലോ. ദാറ്റ് മീൻസ് ദാറ്റ് ലീഡ്സ് ടു ആൻ ഇക്വിലിബ്രിയം കണ്ടീഷൻ. അപ്പോൾ വാട്ട് ഹാപ്പൻ? ദ സെൽ സ്റ്റോപ്പ് വർക്കിംഗ്. സെല്ല് വർക്ക് ചെയ്ത് നിൽക്കും. അപ്പോൾ എന്താ? നോ ഫ്ലോ ഓഫ് ഇലക്ട്രോൺ. സിങ്കിൽ നിന്ന് കോപ്പറിലേക്ക് ഇലക്ട്രോൺ ഫ്ലോ ഇല്ല. അതുകൊണ്ട് നോ കറണ്ട് ഫ്ലോ ഫ്രം കോപ്പർ ടു സിങ്ക്. ദാറ്റ് മീൻസ് നോ കെമിക്കൽ റിയാക്ഷൻ. ഒരു കെമിക്കൽ റിയാക്ഷനും ഇല്ല. ദാറ്റ് മീൻസ് സിങ്ക് ഡിസോൾവ് ചെയ്യുന്നില്ല. കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ കോപ്പർ കാഥോഡിൽ ഡെപ്പോസിറ്റ് ചെയ്യുന്നില്ല. ഓക്കെ, ഇനി നമ്മൾ പുറത്തുനിന്ന് കൊടുക്കുന്ന പൊട്ടൻഷ്യൽ സെല്ലിൻ്റെ പൊട്ടൻഷ്യലായ 1.1 വോൾട്ടിനേക്കാളും കൂടുതലാണെന്ന് വിചാരിക്കാം. അപ്പോൾ ആർക്കാണ് അപ്പർ ഹാൻഡ് വരിക? പുറത്തെ പൊട്ടൻഷ്യൽ തന്നെ എഫക്റ്റ് വരുന്ന. അപ്പോൾ ആ എക്സ്റ്റേണൽ പൊട്ടൻഷ്യൽ കൂടിയ സ്ഥിതിക്ക് സെല്ലിൻ്റെ വർക്കിംഗ് എന്ത് ചെയ്യും? മാറും. അപ്പോൾ അവിടെ എക്സ്ട്രാ പൊട്ടൻഷ്യൽ വന്നതുകൊണ്ട് സെൽ വർക്ക്സ് ഇൻ ദ
റിവേഴ്സ് ഡിറക്ഷൻ. ദാറ്റ് മീൻസ് കോപ്പർ നിന്ന് ഇലക്ട്രോൺ ഫ്ലോ സിങ്കിലേക്കുണ്ടാവും. ഇലക്ട്രോൺ ഫ്ലോ ഫ്രം കോപ്പർ ടു സിങ്ക്. ദെർഫോർ ദ കറണ്ട് ഫ്ലോ ഫ്രം സിങ്ക് ടു കോപ്പർ. സിങ്കിൽ നിന്ന് കോപ്പറിലേക്കായിരിക്കും കറണ്ട് ഫ്ലോ. വിച്ച് മീൻസ് ദ സിങ്ക് ഈസ് ഡെപ്പോസിറ്റഡ് അറ്റ് ദി സിങ്ക് ഇലക്ട്രോഡ്. സൊല്യൂഷനുള്ള സിങ്ക് 2+ അയോൺ സിങ്ക് റോഡ് ഡെപ്പോസിറ്റ് ചെയ്യുന്നതായിട്ട് കാണാം. അറ്റ് ദ സെയിം ടൈം യു ക്യാൻ സീ കോപ്പർ ഡിസോൾവ്സ് അറ്റ് ദി കോപ്പർ ഇലക്ട്രോഡ്. കോപ്പർ എന്ത് ചെയ്യും? കോപ്പർ ഡിസോൾവ് അറ്റ് ദി കോപ്പർ ഇലക്ട്രോഡ്. അപ്പോൾ നേരെ തിരിച്ച് നടക്കും. ഇനി ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ആൻഡ് ഒറിജിൻ ഓഫ് EMF ഓഫ് എ ഗാൽവാനിക് സെൽ. നമ്മൾ നേരത്തെ കണ്ടു, when a metal electrode M is immersed in a solution of its own ion. മേജറായിട്ട് രണ്ട് കാര്യങ്ങളാണ് നടക്കുക. The metal will go into the solution as n+ ion by losing n number of electrons. That means the metal get oxidized. This is one option. Otherwise, നമ്മൾ നേരത്തെ പറഞ്ഞു, ഒരു ഇലക്ട്രോഡ് അതിൻ്റെ നയോണുള്ള സൊല്യൂഷൻ താഴ്ത്തി വെക്കുമ്പോൾ ഈ ഇലക്ട്രോഡ് അത്ര റിയാക്റ്റീവ് അല്ല എങ്കിൽ എന്തായിരിക്കും നമ്മൾ കാണുക? സൊല്യൂഷനുള്ള മെറ്റൽ അയോൺ റോഡിൽ വന്ന് ഇലക്ട്രോണെ സ്വീകരിച്ച് മെറ്റൽ ലാറ്റിസിലെ ഇലക്ട്രോണെ സ്വീകരിച്ച് മെറ്റൽ ലാറ്റിലൂടെ ഡെപ്പോസിറ്റ് ചെയ്യും. അപ്പോൾ മെറ്റൽ ലാറ്റിസിൽ ഇലക്ട്രോൺ കുറഞ്ഞല്ലോ, ഇലക്ട്രോണിൻ്റെ എണ്ണം കുറഞ്ഞല്ലോ. സോ ദ റോഡ് വിൽ ഗെറ്റ് എ പോസിറ്റീവ് പൊളാരിറ്റി വിത്ത് റെസ്പെക്ട് ടു ദി സൊല്യൂഷൻ. എന്നാൽ ഇവിടെ എന്താ സംഭവിച്ചത്? ഈ മെറ്റൽ അതിൻ്റെ ഇലക്ട്രോണെ റോഡിൽ ലൂസ് ചെയ്തിട്ടാണ് സൊല്യൂഷനിലേക്ക് ഇറങ്ങിപ്പോയത്. സോ ദാറ്റ് ദ റോഡ് വിൽ ഗെറ്റ് എ നെഗറ്റീവ് പൊളാരിറ്റി വിത്ത് റെസ്പെക്ട് ടു ദി സൊല്യൂഷൻ. അപ്പോൾ ഇവിടെ എന്ത് സംഭവിച്ചു? സൊല്യൂഷനിൽ മെറ്റൽ അയോൺ കോൺസെൻട്രേഷൻ കൂടി, ഇലക്ട്രോഡിന് നെഗറ്റീവ് പൊളാരിറ്റി വന്നു. അപ്പോൾ ദർ ഇസ് എ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിക്കോസ് ഓഫ് ഓക്സിഡേഷൻ, ആൻഡ് ദാറ്റ് ഈസ് വാട്ട് ഈസ് കോൾഡ് ഓക്സിഡേഷൻ പൊട്ടൻഷ്യൽ. എന്നാൽ രണ്ടാമത്തെ കേസിൽ എന്താണ് നടന്നത്? സൊല്യൂഷനിലിരിക്കുന്ന മെറ്റൽ അയോൺ എന്ത് ചെയ്തു? റോഡിലേക്ക് വന്ന് ഇലക്ട്രോണെ സ്വീകരിച്ച് അവിടെ ഡെപ്പോസിറ്റ് ചെയ്തു. അപ്പോൾ സൊല്യൂഷനിൽ മെറ്റൽ അയോൺ കോൺസെൻട്രേഷൻ കുറഞ്ഞു. റോഡിൽ വന്ന് മെറ്റൽ ലാറ്റിസിൽ നിന്ന് ഇലക്ട്രോണെ സ്വീകരിച്ച് ഡെപ്പോസിറ്റ് ചെയ്തപ്പോൾ മെറ്റൽ ലാറ്റിസ് ഇലക്ട്രോണിൻ്റെ എണ്ണം കുറഞ്ഞു. അപ്പോൾ മെറ്റൽ കണലിൻ്റെ ചാർജ് ആയിരിക്കും എക്സസ് ആയിട്ട് വരിക. അപ്പോൾ ദ റോഡ് വിൽ ഗെറ്റ് എ പോസിറ്റീവ് പൊളാരിറ്റി വിത്ത് റെസ്പെക്ട് ടു ദി സൊല്യൂഷൻ. അഗെയിൻ ദർ ഇസ് എ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ ദി ഇലക്ട്രോഡ് ആൻഡ് ദി solution because of reduction, then it is called the reduction potential. So these are the two options. In rare case we can see there is no such change, neither oxidation nor reduction when a metal rod is dipped in a solution containing its own ion. Enal in general we have the two process, either it get oxidized or it get reduced. In both the case there is a potential difference between the electrode and the solution, and that is called the electrode potential. അപ്പോൾ നോക്കിയേ, electrode potential and origin of EMF of a galvanic cell. When a metallic electrode M is immersed in a solution of its own ion, one of the following process can occur. That means the metal solid will go into the solution as metal ion by losing electron. That is called oxidation. Or the metal ion from the solution gains n number of electron from the metal rod and get reduced to metal solid. These are the two general cases. Then the electrode acquires a negative charge with respect to the solution. That means positive in the first case, because സൊല്യൂഷനിലേക്ക് മെറ്റൽ അയോൺ ഇറങ്ങി വരുമ്പോൾ മെറ്റൽ അയോണിൻ്റെ കോൺസെൻട്രേഷൻ സൊല്യൂഷനിൽ കൂടുന്നു. അപ്പോൾ സൊല്യൂഷൻ്റെ പോസിറ്റീവ് പൊളാരിറ്റി. ഇലക്ട്രോഡ് ഇന്ന് മെറ്റൽ സൊല്യൂഷനിലേക്ക് പോകുമ്പോൾ ഇലക്ട്രോണെ മെറ്റൽ റോഡിൽ കളഞ്ഞിട്ടാണ് പോകുന്നത്. അപ്പോൾ റോഡ് വിൽ ഗെറ്റ് എ നെഗറ്റീവ് പൊളാരിറ്റി. സോ ദ ഇലക്ട്രോഡ് അക്വയർസ് എ നെഗറ്റീവ് ചാർജ് വിത്ത് റെസ്പെക്ട് ടു ദി സൊല്യൂഷൻ, ദാറ്റ് ഈസ് പോസിറ്റീവ് ഇൻ ദ ഫസ്റ്റ് കേസ്. ആൻഡ് രണ്ടാമത്തെ കേസിലോ മെറ്റൽ അയോൺ സൊല്യൂഷനിൽ നിന്ന് റോഡിൽ വന്ന് ഇലക്ട്രോണെ ഗെയിൻ ചെയ്ത് ആ റോഡിൽ ഡെപ്പോസിറ്റ് ചെയ്യും. അപ്പോൾ റോഡിൽ ഇലക്ട്രോൺ നഷ്ടപ്പെടുമല്ലോ മെറ്റൽ ലാറ്റസിൽ. അപ്പോൾ റോഡിന് എന്ത് ചാർജ് വരും? പോസിറ്റീവ് ചാർജ്. അല്ലേ? വിത്ത് റെസ്പെക്ട് ടു ദ സൊല്യൂഷൻ. സൊല്യൂഷൻ എന്ത് പറ്റും? സൊല്യൂഷനിലെ മെറ്റൽ അയോൺ എവിടെ പോയി ഡിസ്ചാർജ് ചെയ്തു? ഇലക്ട്രോഡിൽ പോയി ഡിസ്ചാർജ് ചെയ്തു. അപ്പോൾ സൊല്യൂഷനിൽ ആനയോണിൻ്റെ എണ്ണം കൂടിയില്ലേ? അപ്പോൾ സൊല്യൂഷൻ ഈസ് ഗെറ്റിംഗ് നെഗറ്റീവ് ചാർജ്. ദെർഫോർ ദർ ഇസ് എ ഡിഫറൻസ് ഇൻ പൊട്ടൻഷ്യൽ. So this charge separation between the electrode and the solution create a potential difference at the interface, and that is what is called the electrode potential. Thus, when an electrode is dipped in a solution of its own ion, a potential is developed which is called the single electrode potential or half cell potential. ഇനി എന്താണ് സിംഗിൾ ഇലക്ട്രോഡ് ഓർ ഹാഫ് സെൽ പൊട്ടൻഷ്യൽ ഓർ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ?
ഓരോ മെറ്റലും അതിൻ്റെ നയമുള്ള സൊല്യൂഷനിൽ താഴ്ത്തി വെക്കുമ്പോൾ കുറേ മെറ്റലിന് ഇലക്ട്രോണെ ലൂസ് ചെയ്യാനുള്ള പ്രവണതയാണെന്നിരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ എല്ലാവർക്കും ഒരേപോലെ ഇലക്ട്രോണെ ലൂസ് ചെയ്യാനുള്ള പ്രവണതയുണ്ടോ അതിൻ്റെ നയമുള്ള സൊല്യൂഷനിൽ താഴ്ത്തി വെക്കുമ്പോൾ? ഇതേപോലെ തന്നെ കുറേയധികം മെറ്റലിന് ഇലക്ട്രോണെ ലൂസ് ചെയ്യാനുള്ള പ്രവണത കുറവാണെന്ന് വിചാരിക്കുക. അത് അതിൻ്റെ സൊല്യൂഷനിൽ താഴ്ത്തി വെച്ചിരിക്കുന്നു, അതിൻ്റെ നയമുള്ള സൊല്യൂഷനിൽ താഴ്ത്തി വെച്ചിരിക്കുന്നു. അപ്പോൾ ആ സൊല്യൂഷനിലുള്ള മെറ്റൽ അയോൺ ആ റോഡിൽ വന്ന് ഇലക്ട്രോണെ ഗെയിൻ ചെയ്ത് റെഡ്യൂസ് ചെയ്യാനുള്ള പ്രവണത എല്ലായിടത്തും ഒരുപോലെ ആയിരിക്കണമെന്നില്ലല്ലോ. അപ്പോൾ അതിനനുസരിച്ച് ഉണ്ടാകുന്ന പൊട്ടൻഷ്യൽ ഡിഫറൻസിലും വ്യത്യാസം വരാമല്ലോ. ഓക്സിഡേഷൻ വഴി ഉണ്ടാകുന്ന ഓക്സിഡേഷൻ പൊട്ടൻഷ്യൽ വ്യത്യാസം വരാം ഡിപ്പെൻഡിങ് അപ്പോൺ ദ റിയാക്ടിവിറ്റി ഓഫ് ദ മെറ്റൽ. അതേപോലെ ഡിപ്പെൻഡിങ് അപ്പോൺ ദ റിയാക്ടിവിറ്റി ഓഫ് ദ മെറ്റൽ രണ്ടാമത്തെ കേസിൽ റിഡക്ഷൻ്റെ ഫലമായി ഉണ്ടാകുന്ന റിഡക്ഷൻ പൊട്ടൻഷ്യലും വേരിയേഷൻ ഉണ്ടാവാമല്ലോ. അതനുസരിച്ച് ഓരോ മെറ്റലിൻ്റെയും നേച്ചർ അനുസരിച്ച് അതിൻ്റെ പൊട്ടൻഷ്യൽ എന്തുണ്ടാവാം, വ്യത്യാസം വരാം. വെൻ ഇറ്റ് ഈസ് ഡിപ്ഡ് ഇൻ എ സൊല്യൂഷൻ കണ്ടെയ്നിങ് ഇറ്റ്സ് ഓൺ അയോൺ. Therefore, it is the measure of the tendency of an electrode to get oxidized or to get reduced. അതായത് ഒരു മെറ്റലിന് എത്രമാത്രം ഇലക്ട്രോണെ ലൂസ് ചെയ്യാനുള്ള പ്രവണതയുണ്ട് അഥവാ ഓക്സിഡൈസ് ചെയ്യാനുള്ള പ്രവണതയുണ്ട്, അല്ലെങ്കിൽ എത്രമാത്രം ടെൻഡൻസി ഉണ്ട് ഇലക്ട്രോണെ ഗെയിൻ ചെയ്യാൻ അഥവാ റെഡ്യൂസ് ചെയ്യാനുള്ള പ്രവണത എപ്പോഴ് വെൻ ഇറ്റ് ഈസ് ഡിപ്ഡ് ഇൻ എ സൊല്യൂഷൻ കണ്ടെയ്നിങ് ഇറ്റ്സ് ഓൺ അയോൺ. ഒരു മെറ്റൽ ഇലക്ട്രോഡ് അതിൻ്റെ നയമുള്ള സൊല്യൂഷനിൽ താഴ്ത്തി വെക്കുമ്പോൾ അതിന് എത്രമാത്രം ഇലക്ട്രോണെ ലൂസ് ചെയ്യാനുള്ള പ്രവണതയുണ്ട്, അതല്ല എങ്കിൽ ചില കേസിൽ എത്രമാത്രം ഇലക്ട്രോണെ ഗെയിൻ ചെയ്യാനുള്ള പ്രവണതയുണ്ട്, അതിൻ്റെ അളവിനെ വിളിക്കുന്ന പേരാണെന്ത്, സിംഗിൾ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ഓർ ഹാഫ് സെൽ പൊട്ടൻഷ്യൽ ഓർ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ. ഇനി if the potential difference developed is due to oxidation reaction, ഓക്സിഡേഷൻ റിയാക്ഷൻ്റെ ഫലമായിട്ടാണ് പൊട്ടൻഷ്യൽ ഉണ്ടാകുന്നതെങ്കിൽ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഓക്സിഡേഷൻ പൊട്ടൻഷ്യൽ ഓഫ് ദ ഇലക്ട്രോഡ്. ആൻഡ് ദ പൊട്ടൻഷ്യൽ ഈസ് ഡ്യൂ ടു റിഡക്ഷൻ റിയാക്ഷൻ, ദെൻ ഇറ്റ് ഈസ് കോൾഡ് റിഡക്ഷൻ പൊട്ടൻഷ്യൽ. ഓക്സിഡേഷൻ പൊട്ടൻഷ്യലും റിഡക്ഷൻ പൊട്ടൻഷ്യലും ന്യൂമറിക്കലി ദ സെയിം എന്ന് നമുക്ക് കാണാൻ സാധിക്കും. കാരണം ഒരു മെറ്റലിനെ ഇലക്ട്രോണെ ലൂസ് ചെയ്യാനുള്ള പ്രവണത എത്രമാത്രം കൂടുതലാണോ അത്രമാത്രം പ്രവണത കുറവായിരിക്കും ഇലക്ട്രോണെ ഗെയിൻ ചെയ്യാൻ. അതുപോലെ നേരെ തിരിച്ചു. അങ്ങനെയാണെങ്കിൽ it is found that the oxidation potential is numerically equal to reduction potential but opposite in sign or opposite in charge. For example, reduction potential of copper, that means Cu2 plus Cu ആയിട്ട് മാറുന്നു. അതിലെ റിഡക്ഷൻ 2 ഇലക്ട്രോണെ ഗെയിൻ ചെയ്ത് Cu ആവും. അപ്പോൾ റിഡക്ഷൻ പൊട്ടൻഷ്യൽ പ്ലസ്, അപ്പോൾ കോപ്പർ 2+ കോപ്പർ ആകാനുള്ള പ്രവണത പോസിറ്റീവാണ്. ദാറ്റ് മീൻസ് ഇസ് റിഡക്ഷൻ പൊട്ടൻഷ്യൽ ഈസ് പോസിറ്റീവ്. എന്നാൽ നേരെ തിരിച്ച് അതിൻ്റെ ഓക്സിഡേഷൻ പൊട്ടൻഷ്യൽ നോക്കിക്കഴിഞ്ഞാൽ കോപ്പർ 2+ ആയിട്ട് 2 ഇലക്ട്രോണെ ലൂസ് ചെയ്ത് മാറാനുള്ള പ്രവണത അത്രമാത്രം കുറവായിരിക്കും. ദാറ്റ് ഈസ് -0.34 വോൾട്ട്. സിമിലർലി നമുക്ക് പറയാം റിഡക്ഷൻ പൊട്ടൻഷ്യൽ ഓഫ് സിങ്കിൻ്റെ റിഡക്ഷൻ പൊട്ടൻഷ്യൽ സിങ്ക് 2+ സിങ്ക് ആയിട്ട് മാറുന്നു, 2 ഇലക്ട്രോണെ ഗെയിൻ ചെയ്ത്. അതിനുള്ള പ്രവണത കുറവാണ്. കാരണം സിങ്കിന് ഇലക്ട്രോ പോസിറ്റിവിറ്റി കൂടുതലായതുകൊണ്ട് സിങ്ക് 2+ 2 ഇലക്ട്രോണെ ലൂസ് ചെയ്ത് സിങ്ക് ആവാനുള്ള പ്രവണത താരതമ്യേന കുറവാണ്. അതുകൊണ്ട് റിഡക്ഷൻ പൊട്ടൻഷ്യൽ ഈസ് ഫൗണ്ട് ടു ബി -0.76 വോൾട്ട്. അങ്ങനെയാണെങ്കിൽ ഓക്സിഡേഷൻ പൊട്ടൻഷ്യൽ എന്തായിരിക്കാം, എത്രമാത്രം റിഡക്ഷന് ടെൻഡൻസി കുറവാണോ അത്രമാത്രം ടെൻഡൻസി കൂടുതലായിരിക്കും എന്ത്, ഓക്സിഡേഷന്. അങ്ങനെ വരുമ്പോൾ ഓക്സിഡേഷൻ പൊട്ടൻഷ്യൽ ഓഫ് കോപ്പർ ഈസ് ഈക്വൽ ടു, ദാറ്റ് മീൻസ് സിങ്ക് 2+ ആയിട്ട് മാറുന്ന പൊട്ടൻഷ്യൽ അണ്ടർ സ്റ്റാൻഡേർഡ് കണ്ടീഷൻ എത്രയാണ്, അതേ വാല്യൂ വിത്ത് ഓപ്പോസിറ്റ് സൈൻ, ദാറ്റ് ഈസ് +0.76 വോൾട്ട്. സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ, ദാറ്റ് മീൻസ് ദ പൊട്ടൻഷ്യൽ ഓഫ് ആൻ ഇലക്ട്രോഡ് അണ്ടർ സ്റ്റാൻഡേർഡ് കണ്ടീഷൻ. എന്താ സ്റ്റാൻഡേർഡ് കണ്ടീഷൻ കൊണ്ട് ഉദ്ദേശിക്കുക, 298 Kelvin, 1 bar pressure and 1 molar concentration is called the standard electrode potential. ഇതിനെ സാധാരണ നമ്മൾ രേഖപ്പെടുത്തുന്ന E0 എന്നാണ്. സ്റ്റാൻഡേർഡ് റിഡക്ഷൻ പൊട്ടൻഷ്യൽ ഈസ് യൂഷ്വലി റെപ്രസെൻറ്റ് ബൈ E0. കഴിഞ്ഞ വർഷവും റിഡോക്സ് റിയാക്ഷൻ കണ്ടു. Then according to IUPAC convention, standard reduction potential alone is called electrode potential. നമ്മൾ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ എന്ന് പറയുമ്പോൾ അത് ഓക്സിഡേഷൻ പൊട്ടൻഷ്യൽ ആകാം അല്ലെങ്കിൽ റിഡക്ഷൻ പൊട്ടൻഷ്യൽ ആകാം. അങ്ങനെ വരുമ്പോൾ നമുക്ക് കൺഫ്യൂഷൻ വരാം. ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ തന്നാൽ അത് ഓക്സിഡേഷൻ ആണോ റിഡക്ഷൻ പൊട്ടൻഷ്യലിൻ്റെ വാല്യൂ ആണോ എന്നൊരു കൺഫ്യൂഷൻ ഉണ്ടാകാതിരിക്കാൻ IUPAC റെക്കമെൻഡേഷൻ എന്താണ് IUPAC പറയുന്നത്, റിഡക്ഷൻ പൊട്ടൻഷ്യലിനെ മാത്രം എന്തായിട്ട് എടുത്തോളൂ, ഇലക്ട്രോഡ് പൊട്ടൻഷ്യലായിട്ട് എടുക്കണം. അപ്പോൾ എവിടെയെങ്കിലും ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ തന്നാൽ അത് ആരുടെ വാല്യൂ ആണ്, റിഡക്ഷൻ പൊട്ടൻഷ്യലിൻ്റെ വാല്യൂ ആണ്. അപ്പോൾ പിന്നെ ഓക്സിഡേഷൻ പൊട്ടൻഷ്യൽ എത്ര ആണെന്ന് നമുക്ക് പറയാൻ സാധിക്കും. കാരണം എന്താ, നമ്മൾ കണ്ടത് എന്താണ്, ഈ രണ്ട് വാല്യൂവും ന്യൂമറിക്കലി സെയിം ആണ് ബട്ട് ഓപ്പോസിറ്റ് ഇൻ സൈൻ. അപ്പോൾ റിഡക്ഷൻ പൊട്ടൻഷ്യലിൻ്റെ വാല്യൂ ആണ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യലായിട്ട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ അറിയാമെങ്കിൽ അത് എന്തിൻ്റെ വാല്യൂ ആണ്, റിഡക്ഷൻ പൊട്ടൻഷ്യൽ വാല്യൂ. അത് പ്ലസ് ആണെങ്കിൽ അതേ വാല്യൂ
മൈനസ് ആയിട്ട് പറഞ്ഞാൽ എന്തായി? ഓക്സിഡേഷൻ പൊട്ടൻഷ്യലായി. ഇനി റിഡക്ഷൻ പൊട്ടൻഷ്യൽ അഥവാ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ നെഗറ്റീവായിട്ടാണ് തന്നിരിക്കുന്നതെങ്കിൽ അതിൻ്റെ ഓക്സിഡേഷൻ പൊട്ടൻഷ്യൽ അതേ വാല്യൂ എന്തായിട്ട് പറയുക? പോസിറ്റീവായിട്ട് പറയാം. ഓക്കെ. അടുത്ത ടോപ്പിക് മെഷർമെൻറ്റ് ഓഫ് സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ. ഒരു എലമെൻ്റ് സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ അഥവാ E0 വാല്യൂ എപ്രകാരം മെഷർ ചെയ്യാം എന്നുള്ളത് അടുത്ത വോള്യത്തിൽ നമുക്ക് പഠിക്കാം. ഇപ്പോൾ പഠിച്ച ടോപ്പിക്കിൽ നിന്ന് ഒരു 4 അസൈൻമെൻറ്റ് ക്വസ്റ്റ്യൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇത് വായിച്ച് ഇതിൻ്റെ ആൻസർ എഴുതുമല്ലോ. ഇനി ഒരു കാര്യം കൂടി, നമ്മൾ കഴിഞ്ഞ സൊല്യൂഷൻ്റെ അവസാനത്തെ വോള്യത്തിൽ ഓസ്മോട്ടിക് പ്രഷർ പൈ എന്ന് പറയുന്നത് കോൺസെൻട്രേഷനും ടെമ്പറേച്ചറിനും ഡയറക്റ്റ്ലി പ്രപ്പോർഷനാണെന്ന് നമ്മൾ കണ്ടു. അവിടെ നമ്മളൊരു പ്രപ്പോർഷണാലിറ്റി കോൺസ്റ്റൻറ്റിനെ പരിചയപ്പെടുത്താൻ വേണ്ടി ഒരു ഇക്വേഷൻ ഞാനിങ്ങനെ എഴുതി കാണിച്ചിരുന്നു. എ പ്രപ്പോർഷണാലിറ്റി കോൺസ്റ്റൻറ്റ് K × CT. അതിൽ ആ പ്രപ്പോർഷണാലിറ്റി കോൺസ്റ്റൻറ്റ് K കണ്ടുപിടിക്കണമെങ്കിൽ പൈയെ Kയുടെ കൂടുള്ള ടേമായ CT കൊണ്ടാണ് ഡിവൈഡ് ചെയ്യേണ്ടത്. അങ്ങനെ വരുമ്പോൾ Kയുടെ വാല്യൂ നമുക്ക് പൈയുടെ വാല്യൂ SI യൂണിറ്റിൽ കൊടുക്കുക, പാസ്കലിൽ. കോൺസെൻട്രേഷൻ മോൾ പെർ മീറ്റർ ക്യൂബിൽ കൊടുക്കുക, ടെമ്പറേച്ചർ കെൽവിനിലും കൊടുക്കുക. അങ്ങനെ വരുമ്പോൾ ഈ പ്രപ്പോർഷണാലിറ്റി കോൺസ്റ്റൻ്റെ വാല്യൂ നമ്മൾ കണ്ടുപിടിക്കുമ്പോൾ 8.314 ജൂൾ പെർ കെൽവിൻ പെർ മോൾ എന്ന് കിട്ടും. അതായത് ഗ്യാസ് കോൺസ്റ്റൻ്റ് അതേ വാല്യൂ ആയിട്ട് കിട്ടും. അതുകൊണ്ട് ഈ സൊല്യൂഷൻ്റെ കേസിൽ ഈ വരുന്ന കോൺസ്റ്റൻറ്റിനെ നമുക്ക് R എന്ന് തന്നെ രേഖപ്പെടുത്താം. ദർഫോർ പൈ ഈസ് ഈക്വൽ ടു ആ പ്രപ്പോർഷണാലിറ്റി കോൺസ്റ്റൻറ്റ് R എന്ന് തന്നെ നമുക്ക് പ്രൂവ് ചെയ്യാം. Therefore, pi is equal to RCT, where R is the solution constant, same as gas constant. ഇത് ഞാൻ പഠിപ്പിച്ചപ്പോൾ K is equal to CT by pi എന്ന് എവിടെയോ ഒന്ന് എഴുതിപ്പോയി. നമുക്കറിയാം അങ്ങനെ വരത്തില്ല. പൈ കണ്ടുപിടിക്കണമെങ്കിൽ അതിൻ്റെ കൂടുള്ളത് കൊണ്ടാണ് ഡിവൈഡ് ചെയ്യേണ്ട. അപ്പോൾ CT ആണ് താഴെ വരിക. അപ്പോൾ ഇത് ഇങ്ങനെ കറക്റ്റ് ചെയ്യണം, പൈ ബൈ CT. അവിടെ പൈയുടെയും സിയുടെയും ടിയുടെയും SI യൂണിറ്റുള്ള വാല്യൂ കൊടുക്കുമ്പോൾ ആ കോൺസ്റ്റൻ്റെ വാല്യൂ എന്തായിട്ട് തന്നെ കിട്ടും? ഗ്യാസ് കോൺസ്റ്റൻ്റെ വാല്യൂ ആയിട്ട് തന്നെ കിട്ടും. ഇതൊന്ന് നോട്ട് ചെയ്യാം. പിന്നെ ഇതേപോലെ അതിന് മുമ്പുള്ള വോള്യത്തിൽ ഡിപ്രഷൻ ഓഫ് ഫ്രീസിങ് പോയിൻറ്റ് നമ്മൾ പഠിച്ചപ്പോൾ മഞ്ഞ് മൂടിക്കിടക്കുന്ന വീതിയിൽ ഉപ്പ് വിതറുന്നു കാരണമെന്ത് എന്ന് പഠിച്ചു അല്ലേ? ഉപ്പെന്ന് പറയുന്നൊരു നോൺ വോളറ്റൈൽ സൊല്യൂട്ടാണ്. അതായത് മഞ്ഞിൻ്റെ മുകളിൽ അല്ലെങ്കിൽ ഐസിൻ്റെ മുകളിൽ വീഴുമ്പോൾ വേപ്പർ പ്രഷർ കുറയും. വേപ്പർ പ്രഷർ കുറയുമ്പോൾ ഫ്രീസിങ് പോയിൻറ്റും അതനുസരിച്ച് കുറയും. അപ്പോൾ ഐസ് പെട്ടെന്ന് ഉരുകിപ്പോവും. അത് നമ്മൾ ചർച്ച ചെയ്തു. അപ്പോൾ അവിടെ ഇടയ്ക്ക് എന്തോ റിപ്പീറ്റ് ചെയ്തപ്പോൾ മഞ്ഞ് മൂടിക്കിടക്കുന്ന വീതിയിൽ ഐസ് വിതറുന്നു കാരണമെന്ത്? ഐസല്ല, അത് സാൾട്ട് അഥവാ ഉപ്പാണ്. ഓക്കെ, അതുകൂടെ ഒന്ന് നോട്ട് ചെയ്യാം.